കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു വിദ്യാഭ്യാസ വിചക്ഷണൻ തന്നെയാണ് ബഹുമാനപ്പെട്ട കൊമ്പോസ്താദ്. അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഹസനിയ, ബഹുമാന്യരായ മാരായമംഗലം ഉസ്താദും ഈ വേദിയിൽ ഇരിക്കുന്ന മറ്റു ഉസ്താദുമാരെല്ലാം ചേർന്ന് നിങ്ങളുടെയൊക്കെ പിന്തുണയോടുകൂടെ അത് ശക്തിപ്പെട്ട് നിലനിർത്തുകയാണ്. തുടർന്ന് നമ്മുടെ സഹായ സഹകരണങ്ങൾ കഴിഞ്ഞ കാലത്തേക്കാൾ കൂടുതൽ ലഭിക്കേണ്ട അവസരമാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. ഈ കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്താൻ കൂടിയാണ് അതിന്റെ 30ാം വാർഷികം ആഘോഷിക്കാൻ തീരുമാനിച്ചത്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഇടയ്ക്കുള്ള കസേരയിലേക്ക് അപ്പുറപ്പുറമുള്ള ആളുകൾ മാറിയിരുന്നാലും അതിന് വാടക കൊടുക്കണത് മുതലാവും. വെറുതെ ഇരുന്നാലും വാടക കൊടുക്കേണ്ടി വരും, ആളിരുന്നാലും വാടക കൊടുക്കേണ്ടി വരും. അപ്പൊ പുറത്ത് നിൽക്കാൻ നേർച്ചയാക്കിയിട്ടില്ലാത്ത ആളുകൾക്ക് ഇരിക്കാൻ സൗകര്യം ചെയ്യും. ഓരോരുത്തർക്കും ഓരോ നേർച്ച ഉണ്ടാവും, അതങ്ങനെ തന്നെ വിടണം. ചില ആൾക്കാർ നിൽക്കാൻ നേർച്ചയാക്കിയിട്ടാവും. ഓരോ നേർച്ചക്കളം വീടണമെങ്കിൽ നിൽക്കുക തന്നെ വേണം. അല്ലെങ്കിൽ പിന്നെ അവിടെയൊക്കെയുള്ള ആ കൊണ്ടുള്ള കസാരയ്ക്ക് ഇങ്ങനെ മാറിയിരുന്ന ഒഴിവുള്ളൊരു ആളുകൾ ഇരുന്നോളൂ. അള്ളാഹു ഖൈർ തരട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന് നൽകിയ മതമാണ് പരിശുദ്ധ ഇസ്ലാം. ആ മതത്തിന്റെ ഭരണഘടനയാണ് വിശുദ്ധ ഖുർആൻ. ഇത് അല്ലാഹു തആല മുസ്ലിംകൾ എന്ന ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം ഉദ്ദേശിച്ച് നൽകിയതല്ല. ബുദ്ധിയും വിവേകവും നൽകി അല്ലാഹു അനുഗ്രഹിച്ച മുഴുവൻ മനുഷ്യർക്കും നൽകിയ മതമാണ് പരിശുദ്ധ ഇസ്ലാം. ആ ഇസ്ലാമിന്റെ ഭരണഘടനയുടെ കൽപ്പനകളും വിരോധനകളും മറ്റു കാര്യങ്ങളെല്ലാം ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി നൽകിയതാണ്. അത് ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും വിശ്വസിക്കാനും ഭാഗ്യം ലഭിച്ചിരിക്കുന്ന മുസ്ലിങ്ങളുടെ കടമ വിശ്വസിച്ചവർക്കിടയിലും അവിശ്വാസികൾക്കിടയിലും അത് സംബന്ധമായി വിവരങ്ങൾ ലഭിക്കാത്തവർ ആ ഇസ്ലാമിനെ ജീവിച്ച് കാണിച്ച് പരിചയപ്പെടുത്തുക. വിശദീകരണങ്ങളും തെളിവുകളും ആവശ്യമുള്ളവർക്ക് അത് പറഞ്ഞും പഠിപ്പിച്ചും ജീവിക്കുക. ഇങ്ങനെ എല്ലാവരിലേക്കും അല്ലാഹ് എന്ന വിശ്വാസം, എല്ലാവർക്കും മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന നേതാവ്, എല്ലാവർക്കും ഒരു കേന്ദ്രം വിശുദ്ധ കഅബ ശരീഫ്, അതുകൊണ്ട് എല്ലാവർക്കും ഒരു ഭരണഘടന വിശുദ്ധ ഖുർആൻ. ആ ഒരു രീതിയിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് ചിട്ടപ്പെടുത്താൻ സാധിക്കുമ്പോൾ നാം ഇസ്ലാമിനെ പഠിക്കാം, വീണ്ടും പഠിക്കുക, വീണ്ടും പഠിക്കുക, വീണ്ടും പഠിക്കുക. പഠിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നാം പരിവർത്തിപ്പിക്കും. പഠിച്ചുകൊണ്ടേയിരിക്കുന്നു, പരിവർത്തനം ഇല്ല. ഇങ്ങനെയല്ല വേണ്ടത്. നമ്മുടെ ജീവിതത്തിലെ പാകപ്പിഴവുകൾ പഠനത്തിലൂടെ തിരുത്തണം. നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ പഠനത്തിലൂടെ പരിഹരിക്കണം. അങ്ങനെ പഠിക്കുക, പഠിക്കുക, അതോടൊപ്പം പരിവർത്തിക്കുക. ഇസ്ലാം എപ്പോഴും ഒരാളെ പരിവർത്തനത്തിലേക്ക്, അഭിവൃദ്ധിയിലേക്ക്, ഉയർച്ചയിലേക്ക്, വളർച്ചയിലേക്ക് നയിക്കണം. അതാണ് ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാട്. അത് ആരോഗ്യപരമായും അങ്ങനെയാണ്, വൈജ്ഞാനികമായി അങ്ങനെയാണ്, സാമ്പത്തികമായി അങ്ങനെയാണ്, അഭിമാനകരമായി അങ്ങനെയാണ്, സാംസ്കാരികമായി അങ്ങനെയാണ്, എല്ലാറ്റിലും അങ്ങനെയാണ്. ഈ വർഷം ഒരു ഫക്കീറായ മനുഷ്യൻ, അദ്ദേഹം ഒരു സക്കാത്ത് വാങ്ങാണ് ഒരാൾ. അപ്പൊ ആ സക്കാത്ത് കൊടുക്കുന്ന ആളെ വീടും
അയാളെ പേരും അഡ്രസ്സും ഒക്കെ നല്ലോണം അടയാളപ്പെടുത്തിയിട്ട് അടുത്ത കൊല്ലം നേരത്തെ വന്ന് വാങ്ങണം എന്ന് നിയ്യത്ത് ചെയ്യാനല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. മറിച്ച് വാങ്ങുന്ന കൈ താഴുന്നതും കൊടുക്കുന്ന കൈ മുകളിലുമാണ്. ഈ വർഷം സക്കാത്ത് വാങ്ങുന്നയാളുടെ മനസ്സ്, അല്ലാ ഞാനൊരു ഫഖീറായി ഈ വർഷം സക്കാത്ത് വാങ്ങേണ്ടി വന്നല്ലോ, അടുത്ത വർഷം ഈ സക്കാത്ത് വാങ്ങേണ്ട അവസ്ഥയിൽ നിന്ന് എന്നെ നീ പരിവർത്തിപ്പിക്കണം, മറ്റൊരാളെ മുമ്പിൽ ഈ കൈ കാണിച്ച് സക്കാത്ത് വാങ്ങേണ്ട അവസ്ഥയിൽ നിന്ന് എന്നെ നീ മോചിപ്പിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടെയാണ് സക്കാത്ത് സ്വീകരിക്കേണ്ടത്. പിറ്റേത്തെ വർഷം അയാൾ ദുആ ചെയ്യണം അല്ലാഹുവിനോട്, അല്ലാ ഞാൻ കുറെ സക്കാത്ത് വാങ്ങിയതാണ്, എനിക്കൊന്ന് സക്കാത്ത് കൊടുക്കാൻ സാധിച്ചെങ്കിൽ. അങ്ങനെ നമ്മുടെ ജീവിതത്തെ നാം പരിവർത്തിപ്പിക്കണം. അല്ലാതെ സക്കാത്ത് കൊടുക്കുന്ന ആൾക്കാർ ആരൊക്കെ നോക്കി ഓലൊക്കെ അടയാളപ്പെടുത്തിയിട്ട് കൊല്ലം പോയി വാങ്ങാനല്ല ആഗ്രഹിക്കേണ്ടത്. അത് സ്ഥാപനത്തിനൊക്കെയുള്ള പിരിവിൽ സക്കാത്തിന് അതല്ല. ഞാനൊരു ഉദാഹരണം വേഗത്തിൽ പറഞ്ഞതാണ്. അതാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നാം പാടി പുകഴ്ത്തുന്നത്. അന്ത ഇക്സീറും വഗാലി അന്ത മിസ്ബാഹു സുദൂരി. ഇക്സീർ എന്ന് പറഞ്ഞാൽ എന്താ? ഇരുമ്പ് ചെമ്പാക്കാനാണ് ഇക്സീർ. ഇക്സീർ ഇരുമ്പ് ചെമ്പാക്ക, അതാണ് ഇക്സീർ എന്ന് പറഞ്ഞാൽ. എവിടെയാണ് വരുന്നത്? എരപ്പാളിയെ മൂപ്പനാക്കാൻ പഴയ ഉസ്താദുമാരെ അർത്ഥം വെക്കുക. അപ്പൊ നമ്മൾ എപ്പോഴും എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇസ്ലാം അഭിവൃദ്ധി, പുരോഗതി, പരിവർത്തനം. ഒരു ദിവസം നമ്മൾ ഭൂമിയിൽ അധികം ജീവിച്ചാൽ അതിന്റെ ഒരു വരുമാനം നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും കാണും. ഒരിക്കൽ നബി മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ രണ്ടാളുകൾ ഒരുമിച്ച് വന്നു. അവർ രണ്ടുപേരും ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായി. നല്ല ജീവിതം തുടരുന്ന മധ്യേ ഒരാൾ മരണപ്പെട്ടു. അയാൾ മരണപ്പെട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ആൾ മരിച്ചത്. രണ്ടാമത്തെ ആൾ മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ദുആ ചെയ്യുന്ന കൂട്ടത്തിൽ സ്വഹാബാക്കളുടെ ഒരു ദുആ, അല്ലാഹുമ്മ അൽഹിഖ്ഹു ബിൽ ഊലാ, അല്ലാഹുവേ ഇദ്ദേഹത്തെ നീ ആദ്യം മരിച്ച ആളിലേക്ക് ചേർക്കണേ. ഇപ്പൊ മരിച്ച ആളെ ആദ്യം മരിച്ച ആളിലേക്ക് ചേർക്കണേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഇടപെടുന്നു. പ്രത്യക്ഷത്തിൽ തന്നെ ആ ദുആ അറിയിക്കുന്ന ഒരു ആശയം എന്താണ്? ഇയാളെ അയാളിലേക്ക് ചേർക്കണേ എന്ന് പറയുമ്പോൾ അധിക ശ്രേഷ്ഠത ഇയാൾക്കാണോ അയാൾക്കാണോ? നിങ്ങളിങ്ങനെ മിണ്ടാതിരുന്നാ പറ്റില്ല. പണ്ട് മദ്രസയിൽ മുപ്പത്തിശു വന്നിട്ട് ചോദിച്ചു, സ്കൂളിന്റെ 7ാമത്തെ പറഞ്ഞ ഏതാണ്? അപ്പൊ 2 കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ കുളത്തിലിറങ്ങി മുങ്ങലാണ്. പിന്നെ 7ഉം 14ഉം നോക്കേണ്ട കാര്യമുണ്ട് എന്ന മാതിരികളായ ഇയാളെ അയാളിലേക്ക് ചേർക്കണേ എന്ന് പറയുമ്പോൾ ഉറപ്പാ അധിക ശ്രേഷ്ഠത ആയിരിക്കാണ്? ആദ്യം മരിച്ച ആൾക്കാണ് അല്ലേ? നബി മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഒരു വയസ്സ് അധികം ജീവിച്ച ആളിനെ നിങ്ങൾക്ക് അറിയുമോ? ഒരു വർഷം അധികം ജീവിച്ചപ്പോൾ അയാളുടെ ഒരു ദിവസത്തെ 5 വഖത്ത്, അപ്പൊ 17 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ഒരു വർഷത്തെ നിസ്കാരം അദ്ദേഹം നിസ്കരിച്ചപ്പോൾ 6000 റക്അത്ത് അദ്ദേഹത്തിന് അധികം കിട്ടിയില്ലേ? ഒരു വയസ്സ് അധികം ജീവിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു റമളാൻ അധികം കിട്ടിയില്ലേ? ഒരു വർഷം അധികം ജീവിച്ചപ്പോൾ അയാൾക്ക് 3 10 മുഹറം 10 റമളാൻ 10 ദുൽഹിജ്ജ 10 അദ്ദേഹത്തിന് അധികം കിട്ടിയില്ലേ? ഒരു വർഷം അധികം ജീവിച്ചപ്പോൾ ഒരു വയസ്സ് കൂടിയപ്പോൾ അയാൾ വെള്ളിയാഴ്ച കൃത്യമായി അൽക്കൗഫും സ്വലാത്തും ചൊല്ലുന്ന ആളാണെങ്കിൽ എത്ര വെള്ളിയാഴ്ച അദ്ദേഹത്തിന് അധികം കിട്ടി അൽക്കൗഫോടുകൂടെ? എല്ലാ തിങ്കളാഴ്ചയും നോമ്പെടുക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് എത്ര നോമ്പ് വർദ്ധിച്ചു കിട്ടി? ഒരു ദിവസം ഭൂമിയിൽ അധികം താമസിച്ചാൽ എവിടെയെങ്കിലും ഒരു വരുമാനം തന്നെ അഭിവൃദ്ധിപ്പെടുത്തും. അതാണ് മനുഷ്യ ജീവിതം.
നാം ജീവിക്കുന്നത് അങ്ങനെയാണ്. 6000 റക്അത്ത് ഒരു വർഷം നിസ്കരിക്കുമ്പോൾ 6000 ഫാത്തിഹ, 6000 വജൂദ്, 6000 റുക്ഉ, 12000 സുജൂദ്. അദ്ദേഹത്തിന്റെ വരുമാനം എത്രയാണ്? 17 റക്അത്ത് ഫർള് നിസ്കരിക്കുന്നത് പോലെ അദ്ദേഹം സുന്നത്തും കൃത്യനിഷ്ഠയുള്ള ആളാണെങ്കിൽ വീണ്ടും ഒരു 6000. നമ്മുടെ ജീവിതത്തെ നാം പരിവർത്തിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ആ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കാൻ നമ്മുടെ ഹൃദയം ഭൂമി പോലെയാണ്. നമ്മുടെ മനസ്സിന്റെ ഉദാഹരണം ഈ ഭൂമി പോലെ. എന്താണ് ഭൂമിയുടെ വിശേഷത? ഭൂമിക്ക് പാറിപ്പെയ്യുന്നതോ കോരിച്ചെയ്യുന്നതോ ആയ മഴ ഭൂമിക്ക് കിട്ടിയിരിക്കണം. അറേബ്യൻ മരുഭൂമിയിലൊക്കെ ഒരു പാറിപ്പെയ്യുന്ന മഴ ഇങ്ങനെ കിട്ടിയാൽ മതി. എന്നാൽ തന്നെ എണ്ണക്കിണറിൽ എണ്ണ ഉൽപാദനം കൂടും. ആ പാറിപ്പെയ്യുന്ന മഴ കിട്ടുന്ന വർഷവും കിട്ടാത്ത വർഷവും എണ്ണക്കിണറിൽ ഉൽപാദനത്തിന് വലിയ വ്യത്യാസം. അതെല്ലാറ്റിനും നമ്മളെ കേരളം പോലത്തെ സ്ഥലമാണെങ്കിൽ ഇവിടെ കോരിച്ചെരിയുന്ന മഴ കിട്ടും. ഒന്ന് പാറിപ്പെയ്തിട്ട് കാര്യമില്ല. ഇവിടത്തെ കൃഷികൾക്കൊക്കെ ഉപകാരപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? കോരിച്ചെരിയുന്ന മഴ പെയ്യണം. അപ്പോ ഞാൻ എന്റെ നിലമ്പൂരിൽ ഒരു 20 സെന്റ് സ്ഥലം വാങ്ങി. നിലമ്പൂർക്കാരനായതുകൊണ്ട് ഞാൻ ആ 20 സെന്റിന്റെ അതിരിങ്ങനെ ഫോറസ്റ്റിലെ തേക്കും തൈ 4 അതിരിൽ ഇങ്ങനെ ക്രോസിൽ തെങ്ങും തൈ വെച്ചു ഒരു 10. അതിന്റെ മൂലയിൽ ഒരു കിണറും കുറച്ച് ഇടക്കൃഷികളൊക്കെ ഉണ്ടാക്കി. ഇപ്പോൾ എന്റെ 10 സെന്റിൽ എപ്പോ ചെന്നാലും തേങ്ങ, മാങ്ങ, ചെരങ്ങ, മുരിങ്ങ, കൈപ്പങ്ങ, കുമ്പളങ്ങ, മത്തങ്ങ, ഒരുപാട് ഏതെങ്കിലും ഒന്ന് കിട്ടാതെ പോയില്ല. ഒരു 10 സെന്റിൽ തന്നെ ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കുകയാണ്. എന്തുകൊണ്ട്? ഭൂമിക്ക് വെള്ളം, ഭൂമിക്ക് കൊത്തും കളയും കൊടുത്ത് ഭൂമിയെ നമ്മൾ പരിപാലിക്കണം. അപ്പൊ ഭൂമിക്കടിയിലുള്ളത് നല്ല പോലെ പുറത്തേക്ക് വരും. എന്റെ തൊട്ടടുത്ത് ഒരു സ്നേഹിതൻ 15 സെന്റ് വാങ്ങി. അയാൾ വാങ്ങി അന്ന് അടയാളപ്പെടുത്തി പോയതാ. ഇപ്പോ ആ 15 സെന്റിൽ കാടും മുള്ളും കെട്ടായി. അവിടെ ആകെ കോലാഹലായി, എരിയും പെരിച്ചായി അങ്ങനെ തുടങ്ങിയിട്ട് ആ തൊട്ടടുത്തുള്ള സ്ഥലത്തിന്റെ ഉപദ്രവം കൊണ്ട് എന്റെ പറമ്പിലും ഒന്നും നിൽക്കുന്നില്ല. ഒക്കെ എരി കൊണ്ടുപോകുക, പെരിച്ചായി കൊണ്ടുപോകുക. ഇപ്പൊ എന്റെ ഭാര്യ ഇടക്കിടക്ക് അവിടെ പോകലുണ്ട്. ഇപ്പോൾ പോകലും നിർത്തി. എന്തുകൊണ്ട്? മറ്റേ 15 ഒരു പട്ടി വെച്ചടക്കുന്നുണ്ട്. ഏതായാലും ചെല്ലുമ്പാത്തിന് പോകുന്നുണ്ട്. ഈ 2 സ്ഥലത്തിന്റെ വ്യത്യാസം നിങ്ങൾക്ക് വേഗം ബോധ്യപ്പെടുമെങ്കിൽ നമുക്ക് പിറന്നു വീഴുന്ന മക്കൾ അവരുടെ മനസ്സ് ഈ ഭൂമിക്ക് സമാനമാണ്. ഭൂമിക്ക് നമ്മൾ വെള്ളവും വളവും ഒക്കെ കൊടുത്തുകൊണ്ടതിന് നല്ല പോലെ പരിപാലിക്കുന്നുണ്ടോ? നമ്മൾ കാലിനടിയിൽ വിഭവങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. തേങ്ങയും മാങ്ങയും ചെരങ്ങയും മുരിങ്ങയും കൈപ്പങ്ങയും കുമ്പളങ്ങയും എന്ന് പറഞ്ഞ പോലെ ഇഷ്ടം പോലെയുണ്ട്. എന്ന പോലെ നമ്മുടെ ഹൃദയമാകുന്ന ഭൂമിക്ക് ആയത്തുകളും ഹദീസുകളും ഒക്കെ ഉത്ബോധനം നടത്തിക്കൊണ്ടുള്ള ഓരിച്ചൊടിയുന്നതും പാറിപ്പൊഴിയുന്നതുമായ മഴകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഭൂമിക്ക്, നമ്മുടെ ഹൃദയ ഭൂമിക്ക് കിട്ടേണ്ട വിജ്ഞാനം, ആ അറിവാകുന്ന വെള്ളവും വളവും നമ്മുടെ ഹൃദയത്തിന് കിട്ടിയാൽ ഒരേ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മറ്റേ 10 സെന്റിൽ ആ 10 സെന്റിൽ വിവിധ വിഭവങ്ങൾ ഉണ്ടായില്ലേ? എങ്കിൽ ഹൃദയഭൂമിയിൽ വിവിധ വിഭവങ്ങൾ ഉണ്ടാകും. നമ്മുടെ മനസ്സാകുന്ന ഭൂമികയെ വിഭവ സമൃദ്ധമായി വിളയിക്കാൻ അതിന് കൊടുക്കേണ്ടത് കൊടുക്കണം, കിട്ടേണ്ടത് കിട്ടണം. ഇതിനു വേണ്ടിയുള്ള പരിശ്രമമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ മുസ്ലിം ജമാഅത്തും SYS-ഉം SSF-ഉം SMA-യും ജംഇയ്യത്തുൽ മുഅല്ലിമീനും എല്ലാം ചേർന്നുള്ള ഈ കൂട്ടായ്മ
പ്രീ KG മുതൽ PG വരെ 3 വയസ്സായ കുട്ടി മുതൽക്ക് 30 വയസ്സിന്റെ താഴെയുള്ള യുവാക്കൾ അടക്കമുള്ളവർക്ക്, യുവതികൾ അടക്കമുള്ളവർക്ക് അറിവിന്റെ വാതായനങ്ങൾ യഥേഷ്ടം വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കാൻ പ്രാഥമിക മദ്രസകൾ മുതൽക്ക് ഉന്നത കലാലയം വരെ നമ്മുടെ പാലക്കാട് ജില്ലയിലും, പാലക്കാട് എന്നുള്ള പാലില്ല രാജ്യത്ത് ദീനിന്റെ പാലരെ കോരിച്ചെരിഞ്ഞോവർ EK ഹസൻ എന്ന ദീനിന്റെ സേനാനി എന്ന് പറഞ്ഞിട്ട് പണ്ട് എന്നത്തിലൊരു അറബിക് കോളേജിന്റെ ഒരു വാർഷിക സമ്മേളനത്തിൽ കരുനാഗപ്പള്ളി അബ്ദുസ്സലീം മൗലവി EK ഉസ്താദിനെയൊക്കെ മദഹ് ചെയ്തുകൊണ്ട് പാലക്കാടിനെ പറ്റി അദ്ദേഹം അന്നൊരു പാട്ടുപാടിയതിന്റെ വരികൾ ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നതാണ്, ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ഈ പാലക്കാടിന്റെ, നമ്മുടെ കോഴിക്കോടിന്റെ, നമ്മുടെ മലപ്പുറത്തിന്റെ, നമ്മുടെ തിരുവനന്തപുരത്തിന്റെ എല്ലാം ഈ ഭൂമികയിൽ നമ്മുടെ മക്കളുടെ ഹൃദയം അതിനെ കൃഷി ചെയ്യാം. അതിന് വേണ്ട കൃഷി ചെയ്തില്ലെങ്കിൽ എന്റെ തൊട്ടടുത്ത് 15 സെന്റുകാരുടെ സ്ഥലം കൊണ്ട് ഞാൻ കുടുങ്ങിക്കാം. അവിടുത്തെ എലിയും പെരിച്ചായും, അവിടെ പ്രസവിച്ച് കിടക്കുന്ന പട്ടിയും, അവിടെ മുളച്ചിരിക്കുന്ന മുള്ളും കാടും അത് മറ്റുള്ളവർക്കൊക്കെ ഉപദ്രവമായി നിൽക്കുന്നത് പോലെ നമ്മുടെ മക്കൾ നമുക്ക് തന്നെ ശാപമായി മാറുന്ന അവസ്ഥ വരും. ഇത് പരിഹരിക്കാനാണ് നമ്മുടെ മദ്രസകൾ, നമ്മുടെ കോളേജുകൾ, നമ്മുടെ സീനിയർ ആൻഡ് ജൂനിയർ ദഅവ കോളേജുകൾ, നമ്മുടെ ഹിഫ്ളുൽ ഖുർആൻ കോളേജുകൾ, നിരവധി വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ. ഇവിടെ എന്റെ രക്ഷിതാക്കളും വളർന്നു വരുന്ന തലമുറയും യുവാക്കളും ഒന്ന് ശ്രദ്ധിക്കണം. മാതാപിതാക്കളാവുക എന്നതൊരു വലിയ യോഗ്യതയൊന്നുമല്ല, അതെല്ലാ ജീവികളിലും ഉണ്ട്. രക്ഷിതാവാവുക എന്നതാണ് യോഗ്യത. രക്ഷിതാവാകാൻ സാധിക്കുക എന്നതാണ് യോഗ്യത. ഇത് നമ്മൾ പഠിക്കുമ്പോൾ നാം താമസിക്കുന്ന നമ്മുടെ ഇന്ത്യ, ഇവിടെ എല്ലാ മതങ്ങളും നിറഞ്ഞു നിൽക്കുന്നതാണ്. കോഴിക്കോട് പട്ടണത്തിന്റെ ഹൃദയത്തിൽ മുട്ടായിത്തെരുവും ആ പ്രദേശങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്ന ആ സ്ഥലത്ത് ഇങ്ങനെ ചെന്ന് നോക്കിയാൽ പള്ളികൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അവിടെ ജൈനമതക്കാരുടെ ഒരു ആരാധനാലയമുണ്ട്. അങ്ങനെ നമുക്ക് ഇങ്ങോട്ട് നോക്കിയാൽ നമ്മുടെ നാട്ടിലൊക്കെ ക്ഷേത്രങ്ങളും പള്ളികളും, അമ്പലങ്ങൾ, പള്ളികൾ, ആരാധ്യരെ, കനീസകൾ എന്ന് പറഞ്ഞതാണ് നമ്മുടെ കേരളം. കേരളത്തിൽ എല്ലാ മതവിഭാഗങ്ങളും ഈ ബഹുസ്വര സമൂഹത്തിലെ മുസ്ലിം എങ്ങനെയാണ് ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടത് എന്ന് ജീവിച്ച് പഠിപ്പിച്ച് തന്ന മഹാരഥന്മാർ, ഒന്ന് അഹ്ലു ബൈത്താകുന്ന തങ്ങന്മാർ, സാദാത്യങ്ങൾ. മറ്റൊന്ന് ആലിമീങ്ങളുടെ ഏറ്റവും ഉന്നതരായ മഖ്ദൂം കുടുംബത്തിലെ മഖ്ദൂമുമാർ. മറ്റൊന്ന് കോഴിക്കോട് കേന്ദ്രമായി നേതൃത്വം നൽകി വന്ന ഖാദിമാർ. ഈ 3 നേതൃത്വം, ഖാദിമാരുടെ കുടുംബം, മഖ്ദൂം കുടുംബം, അഹ്ലു ബൈത്ത് കുടുംബം, ഇവർ നമുക്ക് ഈ ബഹുസ്വര സമൂഹത്തിൽ നാം എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പുതിയ തലമുറയിലെ യുവാക്കളെ, യുവതികളെ അത് നാം പഠിച്ച് ഇന്നത്തെ കാലത്ത് നാം പകർത്തണം. നമ്മെ പ്രലോഭിപ്പിക്കാനും പ്രകോപിപ്പിക്കാനും എത്രയോ ശക്തികൾ നിറഞ്ഞു നിൽക്കുന്നു. അതൊക്കെ ഒരു ചില്ലറക്കാശി കിൽക്കലാണ്. മൂല്യമില്ലല്ലോ ചില്ലറ. 50 പൈസ, 1 ഉറുപ്പ്യന്റെ പൈസ, അങ്ങനെ നാണയങ്ങളൊക്കെ കൂട്ടിയിട്ട് ഒരു പാത്രത്തിലിട്ട് ഇങ്ങനെ കിരിക്കുക, ഒച്ചപ്പാട് നല്ലോണ്ടാകും. അതിന് ഏതില്ല, മൂല്യമില്ല. ഇത് കണ്ടിട്ട് അതാണ് ഇസ്ലാം എന്ന് പുതിയ തലമുറയെ കുട്ടികൾ മനസ്സിലാക്കുകയാണ്. വാർത്തക്കാരൊക്കെ അതിന്റെ കൂടെയാണ്, ചാനലുകാരൊക്കെ അതിന്റെ കൂടെയാണ്. പക്ഷേ ആ ചില്ലറക്കാശുമെന്നാല് വിട്ടിട്ട് ഉള്ളിക്കാർ ചെന്നാലേ അടിയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ 500ന്റെ നോട്ടുണ്ട് അവിടെ. അത് കെട്ടാക്കിയിട്ട് ഇങ്ങനെ വെച്ചാൽ കിരിക്കൂല, പ്രോപ്പഗണ്ട ഉണ്ടാവില്ല, പ്രകോപനം ഉണ്ടാവില്ല. അത് മൂല്യം കൂടുതലാണ്.
ഇസ്ലാമിന്റെ ആ മൂല്യവത്തായ ആശയങ്ങളെ അതിന്റെ അടിയിൽ നിന്ന് വാരിയെടുത്ത് നമ്മുടെ തലമുറയിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നൽകുന്ന വിദ്യാഭ്യാസ വിചക്ഷണന്മാരാണ് നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ നേതൃത്വം നൽകുന്ന ഉസ്താദുമാർ. അവർക്കൊപ്പം നമ്മുടെ മക്കളെ വളർത്തണം. കടപ്പുറത്ത് പോയിട്ട് തിരമാലങ്ങനെ കണ്ടിട്ട് ഇതാണ് കടല് എന്ന് വിചാരിച്ചു വരാം. അയാൾ കടലിനെ വിലയിരുത്തിയത് കടലൊരു തീവ്രവാദിയാണ്, കടലൊരു ഭീകരവാദിയാണ്. കണ്ട കാണിച്ചു കൊടുക്കാൻ ഏതുണ്ട്? തിരമാല ഇങ്ങനെ വരികയാണ്, ശക്തിയായിട്ട് തിരമാല വരിക. ഇതിങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് കടൽ അതൊരു തീവ്രവാദിയാണ്. അപ്പോഴൊക്കെ ചാനലുകാർ ഏറ്റുപിടിച്ചു കടൽ തീവ്രവാദിയാണ്. വേറൊരാൾ കടൽ ഭീകരവാദിയാണ്. അപ്പോഴൊക്കെ ചാനലുകളിൽ ചർച്ച വന്നു കടൽ ഭീകരവാദിയാണ്. ഈ രൂപത്തിലാണ് ഇപ്പോൾ ഇസ്ലാമിനെ പലരും മനസ്സിലാക്കുന്നത്. കടലമ്മയെ പറ്റി പഠിക്കണ്ടേ? ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നതിൽ കടലമ്മയുടെ പങ്കെത്രയാണ്? ലോകത്തിന്റെ സമ്പൽ ഘടനയെ സമൃദ്ധമാക്കി നിർത്തുന്നതിൽ കടലിന്റെ പങ്കെത്രയാണ്? കടലുള്ളതുപോലെ അമൂല്യമായിരിക്കുന്ന നിധി കരയിൽ എവിടെയാണുള്ളത്? കടലിലെ ജീവജാലങ്ങൾ എത്രമാത്രം ജീവികളെയാണ് പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അങ്ങോട്ട് കടലിനെ പറ്റി ആഴത്തിലിറങ്ങി പഠിച്ചു നോക്കണ്ടേ? തിരമാല എണ്ണിയിട്ട് തിരമാല വരുന്നത് കണ്ടിട്ട് കടൽ തീവ്രവാദിയാണെന്ന് പറയുന്നത് പോലെ ഇസ്ലാമിനെ ഈ രൂപത്തിലൊക്കെ വിലയിരുത്തുന്ന ഒരു കാലത്ത് വാപ്പമാരെ, ഉമ്മമാരെ, നമ്മുടെ മക്കളെ നാം പഠിപ്പിച്ചേ മതിയാവും. ആ പഠിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിൽ 3-ാം ക്ലാസ്സിൽ ചേർത്തു, 3-ാമത്തെ വയസ്സിൽ ചേർത്തുകൊണ്ട് മദ്രസകൾ തിബിയാൻ, ദഹ്റത്തുൽ ഖുർആൻ, അത് നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്കൊക്കെ വരുമ്പോൾ പ്രീ KG, LKG, UKG, ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാണ് ഇസ്ലാം? ബാലാവകാശ കമ്മീഷന്റെ നേതൃത്വത്തിൽ ഒരു റിപ്പോർട്ട് വന്നു. ഇതിനിടയ്ക്ക് മദ്രസകളൊക്കെ പൂട്ടേണ്ടതാണ്. വർഷങ്ങളോളം നമ്മുടെ റവന്യൂ വരുമാനത്തിൽ നിന്ന് ശമ്പളം വാങ്ങിയിരിക്കുന്ന ഒരു മാന്യൻ റിട്ടയർ ആകാൻ പോവുക. ആ പോകുന്ന സമയത്ത് അദ്ദേഹം രാജ്യത്തിന് ചെയ്ത സംഭാവനയാണ്. കോടതികൾ മുഴുവനും അദ്ദേഹത്തിന്റെ വിവരക്കേടിനെ ചോദ്യം ചെയ്തതുകൊണ്ട് താൽക്കാലികം ഇപ്പം അതിന് ആശ്വാസമായിട്ടുണ്ടെങ്കിലും ഞാൻ പറയട്ടെ, ഓർത്തു നോക്കൂ നിങ്ങൾ. നമ്മുടെ മദ്രസകളിൽ സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇന്ത്യ മഹാരാജ്യത്ത് 15,000-ത്തിലധികം മദ്രസക്ക് നേതൃത്വം നൽകുന്ന ഒരു ബോർഡാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെയും ഈ 2 വഖഫ് ബോർഡുകളും സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ടും ഒക്കെ അനുസരിച്ചുകൊണ്ട് നിയമാനുസൃതം ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ഇസ്ലാമിക് ബോർഡാണ് ഇസ്ലാമിക് ബോർഡ് ഓഫ് ഇന്ത്യ. ആ വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ സുബ്ഹാനല്ലാഹ് ഇന്ത്യയിലെ അതിപ്രധാന ഭാഷകളായ ഉറുദുവിലും വേൾഡ് ഭാഷയായ അറബിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും തമിഴിലും കന്നഡയിലും ബംഗ്ലയിലും എല്ലാം പാഠപുസ്തകങ്ങൾ ഉള്ള ഈ വലിയ വിദ്യാഭ്യാസ ബോർഡ് കേരളത്തിലെ 3 വയസ്സായ കുട്ടിക്ക് പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന പുസ്തകത്തിന്റെ പേര് പൂനിലാവ്. ഞാനിത് ഓർമ്മപ്പെടുത്തുന്നത് നമ്മളെങ്കിലും നമ്മെ അറിഞ്ഞിരിക്കണം. നിങ്ങളൊക്കെ ബന്ധപ്പെടുന്ന ഓഫീസുകളിലും തൊഴിൽ മേഖലകളിലും നിങ്ങളൊക്കെ ബന്ധപ്പെടുന്ന കച്ചവടങ്ങളിലും പീഡികത്തിന്റെയും ഇഷ്ടം പോലെ സംസാരം നടത്തുമ്പോൾ നമ്മൾ മൂകരായി ഇരിക്കേണ്ടവരല്ല. നമുക്ക് പറയാനറിയാം നമ്മെ പറ്റി. നമ്മുടെ 3-3.5 വയസ്സായിരിക്കുന്ന കുട്ടിക്ക് പഠിപ്പിക്കുന്ന പുസ്തകത്തിന്റെ പേര് പൂനിലാവ് എന്നാണ്. ആ പൂനിലാവ് പുസ്തകം ഇങ്ങനെ നിങ്ങളൊന്ന് മറിച്ചാൽ വലഭാഗത്തേക്ക് കൊണ്ട് മറിക്കാം. അപ്പൊ അതിന്റെ 2 പേജ് ഇങ്ങനെ പ്രത്യക്ഷപ്പെടും. അതിന്റെ ഫസ്റ്റ് പേജിൽ ഇന്ത്യൻ ദേശീയ പതാക പാറിപ്പറക്കുന്നുണ്ട്. ഇന്ത്യൻ ദേശീയ പതാക പാറിപ്പറക്കുന്നുണ്ട്. ആ പാറിപ്പറക്കുന്ന ദേശീയ പതാകയുടെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഹെഡിങ് എന്റെ ഭാരതം എന്നാണ്. എന്റെ ഭാരതം എന്നാണ്. അത് 8 വരികളുള്ള ഒരു കവിതയിൽ എന്റെ നാട് ഭാരതം എത്ര നല്ല ഭാരതം
എന്ന് പാടിക്കൊണ്ടാണ് ഈ കുട്ടിക്ക് നാം വിദ്യാഭ്യാസം നൽകുന്നത്. അതിന് തൊട്ടിപ്പുറത്തെ പേജിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞങ്ങളുടെ മദ്രസ പ്രീ കെജിയിൽ പഠിപ്പിക്കുന്നത് ഒരു കയ്യിൽ ഇന്ത്യൻ ഭരണഘടനയും ഒരു കയ്യിൽ വിശുദ്ധ ഖുർആനും പിടിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഒരു നിയമാനുസൃത മുസ്ലിമായി ജീവിക്കാൻ ഈ ബഹുസ്വര സമൂഹത്തിൽ സാഹോദര്യത്തിന്റെ, സ്നേഹത്തിന്റെ, ഐക്യത്തിന്റെ, പരോപകാരത്തിന്റെ, പരസ്പര സഹായത്തിന്റെ ഇസ്ലാം. കൊമ്പുസ്താദിന്റെ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ ഉസ്താദ് ഒരു വലിയ ആശയം ശ്രദ്ധയിൽപ്പെടുത്തി. ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പലരുമുണ്ട്. അവർക്കൊരു കൈത്താങ്ങായി നിൽക്കാൻ രോഗം കൊണ്ട്, സാമ്പത്തിക ദാരിദ്ര്യം കൊണ്ട്, ശാരീരിക തളർച്ച കൊണ്ട്, കുടുംബത്തിൽ താങ്ങായി നിൽക്കാൻ ആളുകളില്ലാത്തതുകൊണ്ട് അങ്ങനെ അവശത അനുഭവിക്കുന്ന ആളുകൾക്ക് താങ്ങും തണലുമാകാൻ ആയിരക്കണക്കിന് യുവാക്കളെ ഈ പ്രസ്ഥാനം സമർപ്പിക്കുകയാണ്. അതിൽ നിങ്ങളെ മക്കളെ ചേർക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉസ്താദ് പ്രസംഗം അവസാനിപ്പിച്ചത്. നമ്മുടെ സ്ഥാപനങ്ങൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ജീവിച്ചിരിക്കുന്ന തെളിവുകളിലേക്ക് കടക്കാൻ നടക്കാം. ഒന്ന്, ലോകത്തെ മുഴുവനുമുള്ള ചരിത്ര പഠനത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്ത് ഓർത്തു നോക്കൂ നിങ്ങൾ, ആത്മഹത്യാ മരണങ്ങൾ കൂടുകയാണ്. ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം പഠിക്കണം, നമുക്കൊരിക്കലും ആത്മഹത്യയെ പറ്റി ചിന്തിക്കേണ്ടതേ ഇല്ല. നാളെ രാത്രി പാതിരാക്ക് 2:30 മണിക്ക് ഒരു ചെറുപ്പക്കാരൻ എന്നെ ഫോൺ ചെയ്തു. ഹലോ, ഓ ഊറ്റമ്പാർ ഉസ്താദല്ലേ? ആ മോനെ. അതെ. എന്തേ മോനെ? പെണ്ണുങ്ങൾ കിണറ്റിൽ ചാടാൻ പോവുകയാണ്, എന്നാ ടോർച്ച് അടിച്ചോട്ടാ. പിന്നെ വേറെന്താ ഓള് പേച്ചു പോണ്ടല്ലേ? ആ, നാളെ ഒരു ചങ്ങായി കിണറ്റിൽ ചാടാൻ വേണ്ടി പോയി നീർക്കോലിനെ കണ്ട് തിരിച്ചു വന്നു. അപ്പൊ ഇവൻ എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞ ഉസ്താദ് കേട്ടില്ലെന്ന് ചോദിച്ചു. ആ കേട്ട് കിണറ്റിൽ ചാടാൻ പോവല്ലേ, ടോർച്ച് അടിച്ചു കൊടുക്കുക. വേറെന്താ വേണ്ടത്? എടോ, നമ്മൾ വിശ്വസിക്കുന്ന ഒരു അല്ലാഹ്, രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹ്, സന്തോഷത്തിലും ദുഃഖത്തിലും അല്ലാഹ്, വെന്റിലേറ്ററിലും പട്ടുമത്തയിലും അല്ലാഹു അല്ലാഹ്. അതാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം. നമുക്കൊരു അല്ലാഹു ഉണ്ട്. നാം എന്തിന് ആത്മഹത്യയെ പറ്റി ആലോചിക്കണം? ഞാൻ അത്ഭുതപ്പെട്ടു. ഒരു കലക്കട പോസ്റ്റിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സ്നേഹിതൻ കണ്ണൂരിൽ ഒരു മീറ്റിംഗിൽ വെച്ചുകൊണ്ട് ഒരാളൊരു ആക്ഷേപം, എന്തോ ഒരു വിഷയം പറഞ്ഞതിന് അയാൾ പോയി ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിന്റെ ഭാര്യ, മക്കൾ, അവരുടെ ദുഃഖത്തിൽ നമ്മളൊക്കെ പങ്കുചേർന്നു. പക്ഷെ ഓർത്തു നോക്കൂ നിങ്ങൾ, സാധാരണഗതിയിൽ വില്ലേജ് ഓഫീസർ, അതിന് മുകളിൽ തഹസിൽദാർ, തഹസിൽദാർക്ക് മുകളിൽ RDO, അതിന് മുകളിൽ ADM, പിന്നെ കലക്ടർ. അപ്പോ ഒരു ജില്ലാ ഭരണാധികാരിയാണ്. അത്ര വലിയ പവറിലുള്ള ഒരാള് ഒരു മീറ്റിംഗിൽ ഒരാൾ ഒരു ആക്ഷേപം പറഞ്ഞപ്പോഴേക്ക് അയാൾക്ക് അത് സഹിക്കാനും താങ്ങാനുമുള്ള മാനസിക ആരോഗ്യം ഇല്ലാതെ പോയോ? എവിടെയാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ പാകപ്പഴു പറ്റിയത്? ഓർത്തു നോക്കൂ നിങ്ങൾ. ആത്മഹത്യാ മരണം കൂടിക്കൂടി വരുന്നു. കേരള പോലീസിൽ ആത്മഹത്യ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. കാരണം കണ്ടെത്താൻ സാധിക്കാതെ വിഷമിക്കുകയാണ്. ആത്മഹത്യ ചെയ്തിരിക്കുന്ന ആളുകളെ ലിസ്റ്റ് ഇങ്ങനെ പരിശോധിച്ചാൽ സയന്റിസ്റ്റുകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഈ അടുത്തല്ലേ ഡോക്ടർ ആത്മഹത്യ ചെയ്തത്? ഡോക്ടർ ആത്മഹത്യ ചെയ്യുന്നുണ്ട് അല്ലേ? മന്ത്രി ആത്മഹത്യ പോകുന്നുണ്ട്. ലോകത്തെ രാജാക്കന്മാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ലക്ഷക്കണക്കായ ആളുകളെ കൊന്നുകളഞ്ഞ കിങ്കരന്മാരായിരിക്കുന്ന ആളുകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ലോക ചരിത്രത്തിൽ ഒരു വലിയ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് മാത്രം ജീവിച്ചിരിക്കുന്ന ഒരു വലിയ ആത്മഹത്യയെ പറ്റി ആലോചിച്ചിട്ടേയില്ല. ഇസ്ലാമിക വിജ്ഞാനം കരസ്ഥമാക്കിയിരിക്കുന്ന ഒരു പണ്ഡിതൻ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചിട്ടേയില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യാ മരണത്തിൽ ഏറ്റവും കുറവുള്ള സമുദായം അത് മുസ്ലിങ്ങളാണ്. നമ്മുടെ കേരളത്തിൽ, ഈ സാക്ഷര കേരളത്തിൽ
ആത്മഹത്യ ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരമാണ്. ഏറ്റവും കൂടുതൽ ആത്മഹത്യയുള്ള ജില്ല. എന്താ കാരണം? വിദ്യാഭ്യാസം അവിടെയാണ്, മന്ത്രിമാരവിടെയാണ്, MLA അവിടെയാണ്, IAS അവിടെയാണ്, IPS അവിടെയാണ്, വലിയവരൊക്കെ അവിടെയാണ് ആത്മഹത്യാ മരണം കൂടുതൽ. ഏറ്റവും കൂടുതൽ ആത്മഹത്യാ മരണം കുറവ് മലപ്പുറത്താണ്. എന്റെ മദ്രസകൾ ഇവിടെയാണ് കൂടുതൽ. മദ്രസകൾ ഇവിടെയാണ് കൂടുതൽ. മദ്രസ നിറഞ്ഞു നിൽക്കുന്ന മലപ്പുറത്തിന്റെ ആത്മഹത്യാ കണക്കും മദ്രസ ഇല്ലാത്ത കോട്ടയത്തിന്റെയും തിരുവനന്തപുരത്തിന്റെയും ആത്മഹത്യാ കണക്കും ഒന്ന് പുറത്തു വിട്ടു നോക്കൂ. നമുക്ക് കാണാൻ പറ്റും മതവിദ്യാഭ്യാസം ഇവിടെ എന്താണ് നൽകുന്നത്. മുസ്ലിങ്ങൾ ഉണരണം. നമ്മുടെ മദ്രസകൾ, നമ്മുടെ ദീനീ സ്ഥാപനങ്ങൾ, നമ്മുടെ കലാലയങ്ങൾ എന്താണ് നമുക്ക് സമ്മാനിക്കുന്നത്? ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും എഴുതുകയോ പ്രസംഗിക്കുകയോ ചെയ്യുമ്പോഴേക്ക് അങ്ങോട്ട് ഇങ്ങോട്ട്, അതല്ല. നമ്മൾ പഠിക്കണം നമ്മെ പറ്റി, നാം ഉണരണം നമ്മെ പറ്റി. ആത്മഹത്യാ നിരക്കുകൾ പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും കുറഞ്ഞ വിഭാഗം അതും അടുത്ത കാലത്താണ് മുസ്ലിങ്ങളുടെ ആത്മഹത്യ തുടങ്ങി. നേരത്തെ വിശുദ്ധ ഖുർആനിന്റെ പാരായണം നടക്കാത്തൊരു വീടില്ല. ഓ പ്രിയപ്പെട്ടവരെ, ആത്മഹത്യയില്ല മുസ്ലിങ്ങൾ. അപൂർവത്തിൽ അപൂർവം. അവരെ നമ്മൾ പരിശോധിച്ച് നോക്കാം. ആ ആത്മഹത്യയുടെ മുസ്ലിമിനെ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മിക്കവാറും ഊട്ടി ഇംഗ്ലീഷ് മീഡിയത്തിൽ കൊണ്ടുപോയിട്ട് കുട്ടിയാക്കി. ചെറുപ്പം മുതൽക്കേ അള്ളാ എന്നത് ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല. ഇടക്കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല. വിദ്യാഭ്യാസത്തിനൊക്കെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി. അന്ന് നമ്മുടെ സൗകര്യങ്ങളൊന്നും. നമ്മൾ അന്നും പാഠം 1 അല്ലാഹു സുബ്ഹാനഹു വ തആല, പാഠം 2 മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പാഠം 3 ഉമ്മൻ മാതാവ്, പാഠം 4 അപ്പൻ പിതാവ്, പാഠം 5 ഉസ്താദുൻ ഗുരുനാഥൻ, പാഠം 6 അക്കാരിപ്പൻ കുടുംബക്കാർ, പാഠം 7 ഈറാൻ അയൽവാസികൾ, വ്യക്തിജീവിതം, സാമൂഹ്യ ജീവിതം, കുടുംബജീവിതം, സാംസ്കാരിക ഉന്നതി. ഇതൊക്കെ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ പാഠപുസ്തകം അറബി മലയാളത്തിലാണ് നേരത്തെ പഠിപ്പിച്ചിരുന്നത്. ഇന്ന് അത് മദ്രസ മുതൽക്ക് തുടങ്ങിയിട്ട് അത് മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും കന്നഡയിലും അതുപോലെ തന്നെ ഉറുദുവിലും ഇംഗ്ലീഷിലും എല്ലാം പഠിപ്പിക്കുന്ന പാഠപുസ്തകത്തിലേക്ക് മാറി. കേരളത്തിന്റെ മറ്റൊരു കണക്കിലേക്ക് വരാൻ നമുക്ക് വൃദ്ധസദനങ്ങൾ എന്താ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ പരിശോധിച്ച് നോക്കിയാൽ 560 വൃദ്ധസദനങ്ങളാണ്. ഈ 560 വൃദ്ധസദനങ്ങളിലായി 17,249 അന്തേവാസികൾ വൃദ്ധസദനങ്ങളിലുണ്ട്. 17,500ഓളം വരുന്ന അന്തേവാസികൾ വൃദ്ധസദനങ്ങളിലുണ്ട്. ആ വൃദ്ധസദനങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങളിൽ ആളുകൾ താമസിക്കുന്നത് എവിടെയാണ്? മദ്രസ ഉള്ളിടത്താണോ? മദ്രസ കുറവുള്ളിടത്താണോ? മതസ്ഥാപനങ്ങൾ ഉള്ളിടത്താണോ? ഇല്ലാത്തയിടത്താണോ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമുക്കറിയാം എവിടെയാണ് വൃദ്ധസദനം? എറണാകുളം ഡിസ്ട്രിക്റ്റിലെ വൃദ്ധസദനങ്ങൾ 120ആണ്. 120 വൃദ്ധസദനങ്ങളിലായി 3,101 അന്തേവാസികൾ അവിടെ താമസിക്കുന്നു. രണ്ടാമത് ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങളുടെ രണ്ടാമത്തെ ജില്ല കോട്ടയമാണ്. കോട്ടയത്തെ വൃദ്ധസദനങ്ങൾ താമസിക്കുന്നത് 2,841 പേരാണ്. അവിടെ എത്രയാണ് മദ്രസ ഉള്ളത്? കോട്ടയത്ത് എത്ര മദ്രസ ഉണ്ട്? മദ്രസകൾ നിറഞ്ഞു നിൽക്കുന്ന, വിശുദ്ധ ഖുർആന്റെ പാരായണം നിറഞ്ഞു നിൽക്കുന്ന മുസ്ലിങ്ങളെങ്കിലും നാം മനസ്സിലാക്കണം. ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങൾ കുറവുള്ള ജില്ല ഏതാണ്? മലപ്പുറം. മലപ്പുറത്ത് ആകെയുള്ള വൃദ്ധസദനങ്ങൾ 8 എണ്ണമാണ്. 8 വൃദ്ധസദനങ്ങളിൽ മലപ്പുറത്ത് താമസിക്കുന്നത് എത്ര പേരാണെന്നറിയാം? 8 വൃദ്ധസദനങ്ങൾ താമസിക്കുന്നത് 162 പേരാണ്. ആ 162 ആളുകളിൽ 4-ൽ 1 മാത്രമേ മുസ്ലിമുള്ളൂ. ബാക്കി എല്ലാം മറ്റുള്ളവരാണ്. എന്താണ് മദ്രസ ഇവിടെ പഠിപ്പിക്കുന്നത്? എന്താണ് ഹസനി ഇവിടെ പഠിപ്പിക്കുന്നത്? എന്താണ് ഈ ആലിമീങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നത്? എന്താണ് നമ്മുടെ വിദ്യാഭ്യാസ ബോർഡ് പഠിപ്പിക്കുന്നത്? എന്താണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? അറിയണം. നിങ്ങൾക്ക് പാലക്കാട് ജില്ലയെ പറ്റി പറയണമെന്നുണ്ടാവും. പാലക്കാട് ജില്ലയിൽ ആകെയുള്ള വൃദ്ധസദനങ്ങൾ 32 എണ്ണം. 32 വൃദ്ധസദനങ്ങളിൽ ഇവിടെ താമസിക്കുന്നത് 612 അന്തേവാസികളാണ്.
മദ്രസകളും കോളേജുകളും മതപണ്ഡിതന്മാരും ഉള്ള സ്ഥലവും ഇല്ലാത്ത സ്ഥലവും ഇസ്ലാം മതപണ്ഡിതന്മാർ മദ്രസകളിലൂടെ പള്ളികളിലൂടെ ഈ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി, ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിന് വേണ്ടി, ഇവിടുത്തെ സമാധാനകാംക്ഷികൾക്ക് വേണ്ടി, ഇവിടുത്തെ ജനക്ഷേമകരമായ മുന്നേറ്റത്തിന് വേണ്ടി, ഇവിടുത്തെ മതസൗഹാർദ്ദത്തിന് വേണ്ടി, രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ മദ്രസകളും നമ്മുടെ കോളേജുകളും എല്ലാം നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയ പ്രായത്തിൽ മുതൽ അമ്മിഞ്ഞപ്പാല് കുടിക്കണം, അത് മുതൽക്കും കുട്ടികൾക്ക് നമ്മൾ ഈ ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം, സാഹോദര്യമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, സ്നേഹമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആത്മഹത്യ പരിശോധിച്ചാൽ, അതേപോലെ തന്നെ വൃദ്ധസദനങ്ങൾ പരിശോധിച്ചാൽ വ്യക്തമായ കണക്ക് പറയൂ. ബാലാവകാശ കമ്മീഷൻ എവിടെയാണ് പഠിച്ചത്? നമ്മളൊക്കെ മനസ്സിലാക്കിയത് ഇവർക്കൊക്കെ വിവരമുണ്ടാകും നമ്മളെക്കാളൊക്കെ എത്രയോ. പക്ഷേ ഇവരൊക്കെ ഓരോ പ്രസ്താവന കാണുമ്പോഴല്ലേ ഇവരെ പറ്റിയുള്ള മതിപ്പ് നമുക്ക് ബോധ്യപ്പെടുന്നത് എത്രയാണെന്ന്. തെരുവുകളിൽ തെണ്ടികളായി കഴിയുന്ന മക്കളെ എടുത്ത് പഠിപ്പിക്കേണ്ട ബാലാവകാശ കമ്മീഷൻ അവരെ ജോലി നിർവഹിക്കല്ല ചെയ്യുന്നത്. മദ്രസകൾ 120 വർഷത്തെ പഴക്കമുണ്ട് ഇന്ത്യയിലെ മദ്രസക്ക്. UP-യിലൊക്കെയുള്ള മദ്രസയുണ്ടല്ലോ, അവിടെയുള്ള മദ്രസകളിലാണ് ഉന്നതന്മാരായിരിക്കുന്ന ആളുകൾ ഇന്ത്യയുടെ പ്രസിഡന്റ് പദവിയിലേക്ക് ഉയർന്നിരിക്കുന്ന ആളുകൾ UP-യിലെ മദ്രസയിലാണ് പഠിച്ചത്. 120 വർഷത്തെ പഴക്കമുള്ള മദ്രസ. ആ മദ്രസകളൊക്കെ ഇപ്പൊ പൂട്ടണമെന്ന് പറയുമ്പോൾ എന്താണാവോ ഇവരുടെയൊക്കെ തലച്ചോറിലുള്ളത്? ഇങ്ങനത്തെ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന മുസ്ലിംകളെ, രക്ഷിതാക്കളെ, നാം നമ്മെക്കുറിച്ച് ബോധവാന്മാരാണ്, നാം നമ്മെക്കുറിച്ച് വിവരമുള്ളവരാണ്. ഒരു ബഹുസ്വര സമൂഹത്തിൽ നാം നമ്മുടെ ഇസ്ലാമിനെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അതിനു വേണ്ടി ഒരു തലമുറയെ വാർത്തെടുക്കുകയാണ് ഹസനിയ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അൽ ഹസനി ബിരുദധാരികളായി പുറത്തിറങ്ങിയിരിക്കുന്ന പണ്ഡിതന്മാർ നേരത്തെ കൊമ്പുസ്താദ് ഉണർത്തിയതുപോലെ അവർക്ക് SSLC തുടർന്ന് +1 +2 തുടർന്ന് ഡിഗ്രിയും തുടർന്ന് PG ഇപ്പോൾ മതകലാലയങ്ങളിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയിരിക്കുന്ന മക്കൾ ഉപരിപഠനാർത്ഥം നിങ്ങൾ പരിശോധിച്ചാൽ ഇന്ത്യയുടെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും, എല്ലാ ഉന്നത കലാലയങ്ങളിലും, നെഹ്റു യൂണിവേഴ്സിറ്റിയിലും, അദ്വൈത് യൂണിവേഴ്സിറ്റിയിലും, JNUവിലും, അതേപോലെ തന്നെ അലിഗഡ് യൂണിവേഴ്സിറ്റിയിലും, ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിലും, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലും, ഇന്ത്യയിലെ മുഴുവൻ യൂണിവേഴ്സിറ്റികളിലും നമ്മുടെ ദഅവാ കോളേജിൽ നിന്ന് പഠിച്ച് ചെറിയൊരു താടിയും നല്ലൊരു സുന്നത്തിന്റെ തൊപ്പിയും ചിലപ്പോൾ തലപ്പാവും വെച്ചിരിക്കുന്ന മക്കൾ ആയിരക്കണക്കിന് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മദ്രസകൾ പൂട്ടണമെന്ന് പറയുന്നവരോട് കേരളത്തിൽ ഇപ്പോൾ വിവിധ മദ്രസകൾ പരിശോധിച്ച് നോക്കിയാൽ ഒരു 30,000 മദ്രസകളാണ്. ഈ 30,000 മദ്രസകളിലായിട്ട് ഏകദേശം 10 ലക്ഷം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഈ മദ്രസകളിൽ എവിടെയും ഇക്കാലത്തിനൊരു ഒരു സമരം നടന്നിട്ടില്ല, ഒരു ഗരാവോ നടന്നിട്ടില്ല, ഒരു മുദ്രാവാക്യം നടന്നിട്ടില്ല. അവിടെയൊക്കെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാർ അവരും മനുഷ്യരാണ്. അവർക്ക് ഭാര്യയുണ്ട്, അവർക്ക് മക്കളുണ്ട്, അവർക്ക് കുടുംബമുണ്ട്. 8ഉം 10ഉം 5ഉം ഒക്കെ അംഗങ്ങളുള്ള കുടുംബങ്ങളുണ്ട്. അവർ വെറും 5,000-നും 10,000-നും 12,000-നും ഒക്കെ സേവനം ചെയ്യുന്ന ഉസ്താദുമാർ ശമ്പള വർധനവിന് വേണ്ടി സമരം ചെയ്തിട്ടില്ല. മദ്രസകളെ കുറിച്ച് പഠിക്കണ്ടേ? എന്തുകൊണ്ട്? ഇവിടെ തൊട്ട് മുമ്പ് നമ്മളെ ഇത് കഴിഞ്ഞു, കൊറോണ കാലത്ത് ഏറ്റവും കൂടുതൽ വിഷമിച്ചത് പണ്ഡിതന്മാരാണ്. എന്തുകൊണ്ട്? മദ്രസകളില്ല, പള്ളിയില്ല, മഹ്ദറയില്ല, അതുപോലെ തന്നെ ദിക്റില്ല, സ്വലാത്തില്ല, വഅദില്ല. എല്ലാ വരുമാനങ്ങളും നിർത്തിയിട്ട് ഒരു മദ്രസ ഉസ്താദിനെ കൈ കാണിച്ച് റോട്ടിൽ നിൽക്കുന്നത് നിങ്ങൾ കണ്ടോ? അവര് ദീൻ പഠിച്ചതിന്റെ പവറാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് അഭിമാനബോധമുള്ളവരായി മറ്റൊരാൾക്ക് മുമ്പ് കൈ കാണിക്കാതെ നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ മദ്രസയിലെയും പള്ളികളിലെയും ഉസ്താദുമാർ അവര് മതം പഠിച്ചത് കൊണ്ടാണ്. അല്ലാഹ് എന്ന ബോധം. മുസ്ലിംകളെ നാം നമ്മുടെ മക്കൾക്ക് മതബോധം നൽകണം, നമ്മുടെ മക്കൾക്ക് ദീനീ ബോധം നൽകണം. അതിനു വേണ്ടിയാണ്
ജൂനിയർ ദഅവ കോളേജ്, സീനിയർ ദഅവ കോളേജ്. നമ്മുടെ അൽ ഹസനിയയിൽ തന്നെ സ്കൂളിലെ 8ാം ക്ലാസ് മുതൽക്ക് 8 മദ്രസ 8 സ്കൂൾ 8 മദ്രസ 10 സ്കൂൾ 10 മദ്രസ 11 സ്കൂൾ 11 അങ്ങനെ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഈ വിദ്യാഭ്യാസ രീതിയെ നമ്മൾ പ്രീ KG മുതൽ തുടങ്ങിയിട്ട് നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ PG വരെയുള്ള വിദ്യാഭ്യാസം രണ്ടും ഒരുമിച്ച് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അനാഥ മക്കളാണോ മുഴുവനും പൂർണ്ണമായും ഫ്രീ ആയിട്ട്, പാവപ്പെട്ട കുടുംബത്തിലെ മക്കളാണോ അതനുസരിച്ച്, അല്ല കുറച്ച് സാമ്പത്തിക ശേഷിയുള്ളവരാണോ അവരിൽ നിന്ന് ഫീസ് വാങ്ങിയിട്ട് ഈ രൂപത്തിൽ ഒരു വിദ്യാഭ്യാസ വിപ്ലവം നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ നാട്ടുകാരെ ഉമ്മപെങ്ങന്മാരെ അറിയാതെ പോകല്ലേ. ഇത് നമ്മുടെ പൂർവികരുടെ പാതയാണ്. ഔസുൽ അഅ്ലം ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി നമുക്ക് മുസ്ലിം ലോകത്ത് പോയിട്ട് ഇസ്ലാം ആരിലൂടെ വന്നു എന്ന് ചോദിച്ചാൽ നബി മുഹമ്മദ് മുസ്തഫ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ആ പേരിങ്ങനെ കേൾക്കുമ്പോൾ സിന്ദാബാദ് 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 കണ്ടോ നിങ്ങൾ? സ്വല്ലല്ലാഹു റളിയല്ലാഹു ഖദ്ദസല്ലാഹ് ആ മഹാന്മാരിലൂടെയാണ് ദീന് വന്നത്. എന്താ ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നത്? അന്ന് മുജാഹിദ് പള്ളിക്കൽ സലാത്താണ്. അങ്ങനെ ഒരു സൗണ്ട് നിങ്ങൾ ഇതിനു മുമ്പ് കേൾക്കൂല. അതാ അതേ സമയത്ത് മുസ്ലിങ്ങൾ എവിടെ താമസിക്കുന്നുണ്ടോ അവർക്ക് മുമ്പിൽ മുഹമ്മദ് മുസ്തഫ അപ്പ സ്വല്ലല്ലാഹു മുദ്രാവാക്യം. അത് മുദ്രാവാക്യം മുഴക്കണമെങ്കിൽ അവനാൻ ഇഷ്ടമുള്ള നേതാവിന്റെ പേര് കേൾക്കുമ്പോഴേ മുഴക്കുള്ളൂ. UDF അടിയിൽ പോയിട്ട് LDFന്റെ നേതാവിനെ പറഞ്ഞാൽ ആരെങ്കിലും മുദ്രാവാക്യം വിളിക്കും? LDFിൽ പോയിട്ട് മറ്റുള്ള നേതാവിനെ പറഞ്ഞാൽ മുദ്രാവാക്യം കിട്ടും. അതാ മുസ്ലിങ്ങളോട് പറയണം മുഹമ്മദ് മുസ്തഫ, ബീബി ആയിഷ, ബീബി ഫാത്തിമ, ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, ശൈഖ് അഹ്മദുൽ കബീർ റിഫായി, സ്വല്ലല്ലാഹു റളിയല്ലാഹു ഖദ്ദസല്ലാഹ്. അതാണ് സബീലുൽ മുഅ്മിനീൻ. ആ മഹാന്മാരെ നിങ്ങൾ ഓർത്തു നോക്കൂ. അവരെന്താണ് നമുക്ക് പഠിപ്പിച്ചത്? മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ആ പ്രസവിച്ച സമയം മുതൽക്ക് 18 വയസ്സ് വരെ തന്റെ നാട് ഉമ്മ അവരിൽ നിന്ന് ദീൻ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് അടുത്ത 32 വർഷം ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ ദീൻ പഠിച്ചു. 18ഉം 32ഉം 50 വർഷം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പഠിച്ചു അല്ലേ? അത് കഴിഞ്ഞ് പിന്നത്തെ 40 വർഷം, അടുത്ത 40 വർഷം മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ക്ലാസ് എടുത്തു, വഅദ് പറഞ്ഞു. മനുഷ്യ മനസ്സുകളെ പരിവർത്തിപ്പിക്കുന്ന ക്ലാസുകൾ കൊടുത്തു. മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ ക്ലാസ് 15 വിഷയത്തിൽ ബഹുമാനപ്പെട്ടവരുടെ പ്രസംഗം നടന്നു, ക്ലാസ് നടന്നു. ആ ക്ലാസ് ഇങ്ങനെ വന്നപ്പോൾ കേൾക്കാൻ അന്നത്തെ വിദ്യാഭ്യാസ വിചക്ഷണരെത്തി, ചരിത്രകാരന്മാരെത്തി, മന്ത്രിമാരെത്തി, രാജാക്കന്മാരെത്തി, സയന്റിസ്റ്റുകളെത്തി, സാംസ്കാരിക നായകരെത്തി, സാധാരണക്കാരെത്തി, സർവ്വ മതക്കാരുമെത്തി. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ക്ലാസ് ഇങ്ങനെ കേട്ട് 12,000 ആളുകൾ മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ ക്ലാസ് മുഖേന മതപരിവർത്തനം നടത്തി ഇസ്ലാമിലേക്ക് വന്നപ്പോൾ അന്നത്തെ പണ്ഡിത ലോകം അബ്ദുൽ ഖാദർ എന്നവർക്ക് കൊടുത്ത സ്ഥാനപ്പേരാണ് മുഹീദ്ദീൻ. ഞാനൊക്കെ ചെറുപ്പത്തിൽ വിചാരിച്ചത് മുഹീദ്ദീൻ ശൈഖ് എന്റെ നാട്ടുകാരനാണ് തന്നെ നേര് പറയണം. അപ്പൊ എന്താ സംഗതി? നമ്മളമ്മയും വല്യമ്മയും ഒക്കെ അനങ്ങിയാ പറയും മുഹീദ്ദീൻ ശൈഖ്. അപ്പൊ പേരേന്ന് വിളിച്ചാ അപ്പുറത്ത് കേക്കിനോടത്തേക്ക് വിളിച്ചിട്ടല്ലേ കാര്യമുള്ളൂ. അപ്പോൾ ഇവിടെ തന്നെയാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ എന്റെ ഇപ്പൊ ചെറിയൊരു നിസ്കാരപ്പള്ളിക്കരി ഇമാമും അതിന്റെ പരിസരത്തൊക്കെയുള്ള വീടുകളിൽ കൂടെ ഒക്കെ ദ്വാരക്കാനൊക്കെ പോണേ ഒരു മല്ലാക്ക മൊഴിയാൽ ഇപ്പൊ ഇങ്ങനെ ഖുർആൻ ഓതി ദ്വാരക്കും. അതിന്റെ കൊണ്ടാണ് ഇപ്പൊ ഞാൻ നിങ്ങളെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നത്. അപ്പോ രാത്രി വന്ന് ഞാൻ ഭക്ഷണത്തിനുണ്ടാവില്ല. അവിടെ മൊയ്തീൻ ശൈഖിന്റെ കോഴി നടത്തിട്ട് അവിടെ ദ്വാരക്കാൻ പോകും. ഇപ്പൊ പോയി ദ്വാരന്ന് 1/2 മണിക്കൂർ കൊണ്ട് വീട്ടിൽ തന്നെ വരും. അപ്പൊ ഉറപ്പായി മൊയ്തീൻ ശൈഖ് ഇവിടെ തന്നെയാണ്. പിന്നെ പഴയ കാലത്തൊക്കെ നമ്മളെ വീടിന് ഈ പറമ്പിനൊന്നും അതിരില്ല. എങ്കിലും ഒരു സർവേക്കല്ലുണ്ടാവില്ല. ഞാൻ വല്ല പൂച്ചെടിയോ ചെടികളൊക്കെ ഉണ്ടാവും. അപ്പുറത്തെ കോഴി ഇങ്ങോട്ടും വരും, ഇപ്പുറത്തെ കോഴികൾ അങ്ങോട്ടും പോകും. അവിടുത്തെ ആട് ഇങ്ങോട്ടും വരും. ഒക്കെ എല്ലാ ജീവികളെയും വളർത്തുന്ന കാലമാണ്.
അല്ലേ? അല്ല നമ്മളെ പഴമക്കാരൊക്കെ എന്തെങ്കിലും ഒരു മുണ്ടാപ്രാണി എല്ലാ വീട്ടിലും ഉണ്ടാകും. എന്തുകൊണ്ട്? നമുക്ക് അള്ളാഹു തന്ന റിസ്ക്കിൽ നിന്ന് ഒരു പ്രാണിക്ക് ഒരു ഭക്ഷണം കൊടുക്കേണ്ട ഒരു ബർക്കത്ത് അവർ ഉദ്ദേശിച്ചു. നമ്മളെ യൂറോപ്യൻ ക്ലോസറ്റ് വന്നതിന് ശേഷം ഈച്ചക്കൂടി ഒന്നും കിട്ടാതെ ആയ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അള്ളാഹു തആല ഖൈർ തരട്ടെ നമുക്കൊക്കെ. അപ്പോ ഓർമ്മപ്പെടുത്തുന്നത്, അപ്പൊ അന്ന് ഈ കോഴികൾ ഇങ്ങനെ മിറ്റത്ത് നിറയെ കോഴി, ഒരു ദിവസം നോക്കുമ്പോൾ നമ്മളെ മിറ്റത്ത് ഒരു 10-30 കോഴികൾ. ഈ കോഴിക്കളടിയിൽ ഒരു കോഴി, ആ കോഴിന്റെ വാലും അതിങ്ങനെ നിൽക്കണ കാലും അതിന്റെ ഒരു വണ്ണോ അതിന്റെ കൗത്തും അതിന്റെ കൊക്കും അതിന്റെ ആ പൂവും എന്താ മൂപ്പരി മറ്റ് കോഴിക്കളടിക്കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ടായി ഒരു 1-ാം ദർശനം മുദരിസ് നടക്കണമാതിരി നല്ല ഒരു കെറ്റപ്പുള്ള നടത്താണ്. വല്ലാത്തൊരു നടത്താണ്. അപ്പൊ ചോദിച്ചുമ്മ ഈ കോഴി ഏതാന്ന്? അത് മൊയ്തീൻ ശേഖന്റെ കോഴിയാണ്. അപ്പൊ ഉറപ്പായി മൊയ്തീൻ ശേഖന്റെ ഇത് ഇവിടെ തന്നെയാണ്. അത്ര അധികം അമ്മിഞ്ഞപ്പാലിലൂടെ നമുക്ക് സബീലുൽ മുഅ്മിനീൻ കിട്ടിയതാണ് മുഹീദ്ദീൻ ശൈഖ് തങ്ങളും റിഫായി ശൈഖ് തങ്ങളും ഒക്കെ, അല്ലേ? നിങ്ങൾ ഓർത്തു നോക്ക്. പിന്നെ നമ്മളെ ഉസ്താദുമാരെ ദുആ കേൾക്കാൻ തുടങ്ങി. ഏത് ഉസ്താദ് പറഞ്ഞാലും അത് കല്യാണത്തിനായാലും പാടില്ല, തലാഖിനായാലും പാടില്ല, നിശ്ചയത്തിനായാലും പാടില്ല, നിക്കാഹിനായാലും പാടില്ല, കുടിയിരിക്കലിനായാലും പാടില്ല, പള്ളി ഉദ്ഘാടനത്തിനായാലും പാടില്ല. ഹദറത്ത് ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, അല്ലേ? അപ്പൊ നമുക്കിങ്ങനെ മുഹീദ്ദീൻ ശൈഖ് തങ്ങളൊക്കെ അത്ര അധികം നമ്മുടെ ഹൃദയത്തോട് നമ്മളെ നെഞ്ചോട് ചേർന്ന് നിന്ന് ആ മഹാന്മാരുടെ ചരിത്രം, റിഫായി ശൈഖ് തങ്ങളുടെ ചരിത്രം, മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ ചരിത്രം, അല്ലാഹു റബ്ബി അത് നമുക്ക് പഠിപ്പിച്ചു. സമസ്ത എന്ന പണ്ഡിത സഭ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഈ പണ്ഡിത സഭയുടെ ആദ്യ അധ്യക്ഷനാണ്, രൂപീകൃത അധ്യക്ഷനാണ്. അതൊരു അഡ്ഹോക് കമ്മിറ്റി നേരത്തെ വന്നിട്ടുണ്ടെങ്കിലും ഔദ്യോഗികമായി 26-ൽ അധ്യക്ഷ കസേര വരക്കൽ മുല്ലക്കോയ തങ്ങൾ. തൊട്ടടുത്ത് പിന്നെ അതിന്റെ അധ്യക്ഷ കസേരയിരുന്നത് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. തൊട്ടടുത്ത് പിന്നെ ആ കസേരയിൽ 20 വർഷക്കാലം അധ്യക്ഷനായും 20 വർഷക്കാലം വൈസ് പ്രസിഡന്റായും ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി മൗലവി പാപ്പ 20 വർഷം വൈസ് പ്രസിഡന്റാണ്. അടുത്ത 20 വർഷം ബഹുമാനപ്പെട്ട ഒരു പ്രസിഡന്റാണ്. യാ റബ്ബ് യാ റബ്ബ്. ആ അബ്ദുൽ ബാരി മൗലവി പാപ്പാന്റെ ആണ്ടിന്റെ സമയമാണ് ഇപ്പോ. അള്ളാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ആ മഹാന്മാരൊക്കെ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് പഠിക്കണം നമ്മൾ. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ, രണ്ടാമത്തെ പ്രസിഡന്റ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, മൂന്നാമത്തെ പ്രസിഡന്റ് വാളക്കുളം അബ്ദുൽ ബാരി മൗലവി പാപ്പ, നാലാമത്തെ പ്രസിഡന്റ് സദഖത്തുള്ള മുസ്ലിയാർ, അഞ്ചാമത്തെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്, ആറാമത്തെ പ്രസിഡന്റ് താജുൽ ഉലമാ ഉള്ളാളത്തെ തങ്ങൾ പാപ്പ. അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ. 26 കൊല്ലമാണ് സമസ്തയുടെ അധ്യക്ഷ കസേരയിൽ നിന്ന്. അത്രയധികം സമസ്തയെ നയിച്ചിരിക്കുന്ന ഒരു സയ്യിദും ഒരു ആലിം. ആരാണ് ഉള്ളാളത്തെ പാപ്പ? സയ്യിദാണ്, ആലിമാണ്, ഖാദിയാണ്, മുദരിസാണ്, ആബിദാണ്, പ്രസംഗകനാണ്, സംഘാടകനാണ്, നേതാവാണ്. അല്ലാഹു റബ്ബി എത്ര പദവികളാണ് അലങ്കരിച്ചത്, എത്ര പദവികളാണ് അലങ്കരിച്ചത്. ബഹുമാനപ്പെട്ടവരുടെ ശേഷം പിന്നെ പ്രസിഡന്റ് ആയതാരാ? ബഹുമാനപ്പെട്ട എം.എ. ഉസ്താദ് നൂറുൽ ഉലമ. അവരുടെ ശേഷം ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാ? ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ. ആ മഹാന്മാരൊക്കെ ഇതിനടുത്ത് പരിശോധിച്ചു നോക്കൂ. വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് നന്നായി 6 ഭാഷ അനായാസം കൈകാര്യം ചെയ്യും. അതേപോലെ തന്നെയാണ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, വാളക്കുളം അബ്ദുൽ ബാരി മൗലവി പാപ്പ മുതലാളി മൗലവിയാണ്. ബഹുമാനപ്പെട്ടവർ അറബി, ഉറുദു, ഫാരിസി, ഇംഗ്ലീഷ്, അതേപോലെ തന്നെ തമിഴ്, മലയാളം 5 ഭാഷ അനായാസം സംസാരിക്കും, കൈകാര്യം ചെയ്യും, എഴുതും. നല്ല ഗ്രന്ഥകാരനാണ്, നല്ല പത്രപ്രവർത്തകനാണ്, നല്ല കിതാബ് രചിച്ചിരിക്കുന്ന മഹാനാണ്. ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ മക്കൾക്ക് നാം അവസരം കൊടുക്കണം. ഇനി ഞാൻ ഈ സാധാരണക്കാരും വിദ്യാസമ്പന്നരുമായ ആളുകളോട് പറയട്ടെ, നമ്മുടെ കുട്ടികൾ മതം പഠിക്കുന്ന സ്ഥാപനത്തിൽ പോകാതെ +2 എഴുതി, സ്കൂളിൽ മാത്രം പോയി +1 +2 എഴുതി, സ്കൂളിൽ മാത്രം പോയിട്ട് ഡിഗ്രി എഴുതി, ആ കുട്ടികൾ ഒരു 100 എണ്ണത്തിന് ഞങ്ങളുടെ കൊണ്ട് ഞങ്ങളെ ദഅവ കോളേജിലുള്ള ഒരു 10 എണ്ണത്തിന് ഞങ്ങളും നിർത്താം, അല്ലെങ്കിൽ 100 എണ്ണത്തിനുമാണെങ്കിൽ ഒന്ന് ഇംഗ്ലീഷിൽ മത്സരിക്കാൻ നമ്മളുണ്ടോ? ഒന്ന് ഇംഗ്ലീഷിൽ മത്സരിക്കാൻ ഏത് വിഷയത്തിലാണ് ഞങ്ങൾ മത്സരിക്കാനുള്ളത് അതിലൊക്കെ ഞങ്ങളും തയ്യാറാണ്. നമ്മുടെ ദഅവ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വില്ലേജ് ഓഫീസറുടെ ജോലിക്ക് ഒരു പ്രയാസമല്ല. അതിനെ പറ്റിയ ഡിഗ്രി നമ്മൾ എടുത്തിട്ടുണ്ട്. തഹസിൽദാർക്ക് ഒരു പ്രശ്നമല്ല. ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള റെയിൽവേയിൽ നമ്മുടെ ദഅവ കോളേജിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾക്ക് ജോലി കിട്ടും ഇഷ്ടം പോലെ. സർക്കാരിന്റെ എല്ലാ അംഗീകാരമുള്ള ഡിഗ്രി നമ്മുടെ കുട്ടികളുടെ കയ്യിലുണ്ട്. പക്ഷെ അവർ മതം പഠിച്ചപ്പോൾ സർക്കാർ ജോലിയേക്കാൾ ആഖിറത്തിലെ ജോലിയെ തെരഞ്ഞെടുത്തു. അതാണ് നമ്മൾ നോക്കേണ്ടത്, നമ്മൾ പ്രത്യേകം നോക്കേണ്ടത്. ഞാൻ ഈയിടെ നമ്മുടെ മദ്രസ രംഗത്ത് സജീവമായി ഉണ്ടായിരുന്ന ക്ലാരി ബാവ മുസ്ലിയാർ മരണപ്പെട്ടു. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കണം.
അദ്ദേഹത്തിന്റെ മരണപ്പെട്ടപ്പോൾ അവിടെ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി പോയി. അപ്പൊ ഞാൻ എവിടെയെങ്കിലും ചെന്ന ആൾക്കാർക്ക് 2 വാക്ക് പറയേണ്ടി വരും. എന്നോട് അവർ വന്ന ബാബുരാനെ പറ്റി 2 വാക്ക് പറയണം മയ്യത്ത് നിസ്കാരം. അപ്പൊ ഞാൻ മൂപ്പരെ പറ്റി ആ നാട്ടിലെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടും നോക്കും. ബഹുമാനപ്പെട്ട ബാബു മുസ്ലിയാർ മരിക്കുന്നത് 65-70 വയസ്സിനടക്കാം. സുബ്ഹാനല്ലാഹ്, 70 വയസ്സ് കഴിഞ്ഞിട്ടാണ്. അദ്ദേഹം ഒരേ നാട്ടിൽ, അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ 61 കൊല്ലം ആ നാട്ടിൽ മദ്രസ പഠിപ്പിച്ചിട്ടുണ്ട്. 61 കൊല്ലം. നിങ്ങളൊന്ന് കണക്കൂട്ടി. 61 കൊല്ലം അയാൾ പഠിപ്പിച്ചപ്പോൾ ആ നാട്ടിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഇന്ന് ആ നാട്ടിൽ 70 വയസ്സിന് 70ഉം അതിന്റെ താഴെയും വയസ്സുള്ള എല്ലാ ആണും പെണ്ണും അവരെടുക്കുന്ന ഒതു ബാബു മുസ്ലിയാർ പഠിപ്പിച്ചതാ. അവർ ചെയ്യുന്ന നിയ്യത്ത് ബാബു മുസ്ലിയാർ പഠിപ്പിച്ചതാ. അവരോതുന്ന വജ്ജഹത്തു ബാബു മുസ്ലിയാർ പഠിപ്പിച്ചതാ. അവരോതുന്ന ഫാത്തിഹ ബാബു ഉസ്താദ് പഠിപ്പിച്ചതാണ്. അവരോതുന്ന സൂറത്ത് ബാബു ഉസ്താദ് പഠിപ്പിച്ചതാ. അവർ നവൈതു സൗമഹദി നോമ്പിന് നിയ്യത്ത് എന്ന് ബാബു ഉസ്താദ് പഠിപ്പിച്ചതാ. അവിടെ നടക്കുന്ന ജുമുഅ സഹീഹാകുന്നത് അദ്ദേഹം മദ്രസയിൽ പഠിപ്പിച്ചതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് ഒഴുകി 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 കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം അത് ഓർത്തിട്ടാണ് നിങ്ങൾ സർക്കാരിന്റെ ജോലിക്ക് പോകാത്തത്. അല്ലെങ്കിൽ റെയിൽവേയിലും KSEBയിലും ഇവിടെ ഏറ്റവും കൂടുതൽ സർക്കാർ ജോലി കിട്ടുന്ന എല്ലാറ്റിനും ജോലി വാങ്ങാൻ നമ്മളെ ദഅവ കോളേജിലെ കുട്ടികൾ ഇന്ന് ഭൗതികമായ ഡിഗ്രി സമ്പാദിച്ച് യോഗ്യരാണ്. പക്ഷെ സാന്ദർഭോചിതമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് മുസ്ലിം കുടുംബങ്ങളെ, ഇനി അങ്ങോട്ടുള്ള കാലത്ത് ഒരു വീട്ടിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ നിർബന്ധമാണ്. ഗൾഫിക്ക് പണ്ട് നമ്മൾ പോയിനാണ്. ഇപ്പൊ ഇവിടെ നമ്മളെ അസനിയന്റെ കലണ്ടർ കൊടുക്കുന്നുണ്ട്. ഇനി കലണ്ടർ വെക്കണ കുട്ടികളൊക്കെ പോയതിന്റെ ശേഷം ചിലവർ പറയും അസനിയൊക്കെ ഇപ്പൊ ചിലവരൊക്കെ ഒരു അവഗണിക്കലാണ്, ഞങ്ങൾക്ക് കലണ്ടർ കിട്ടിയിട്ടില്ല, ഞങ്ങൾക്ക് തന്നില്ല, അതിന് നിൽക്കണ്ട, എല്ലാവരും വാങ്ങിക്കോളാം. ഇവിടെ അങ്ങനെ അവഗണിക്കലും പരിഗണിക്കലും ഒന്നുമില്ല, എല്ലാവർക്കും കൊടുക്കലാണ്. ആ കലണ്ടർ കൊടുക്കണ കുട്ടികൾ ആ മുന്നിൽ കൂടെ അങ്ങനെ കാണിച്ചു കൊടുക്കാൻ പോയാൽ പറ്റില്ല, എല്ലാവർക്കും കൊടുക്കണം. അല്ലേ? അങ്ങനെയല്ലേ? എല്ലാവർക്കും കൊടുക്കണം. ഞാനിപ്പോൾ എല്ലാവർക്കും കൊടുക്കണ ഒരു മതേബൊക്കെ പ്രത്യേകം സ്വീകരിച്ചു. കാരണം ഞങ്ങളുടെ നാട്ടിൽ ഞാനൊരു പള്ളിക്കൽ ജനറൽ ബോഡിക്ക് പോയി. അപ്പൊ അവിടെ ചെന്ന് നോക്കുമ്പം ഖതീബിന് ശമ്പളം പറ്റ കുറവ്. അപ്പൊ അയാൾക്ക് 2000 കൂട്ടി. അപ്പൊ അസിസ്റ്റന്റും ഒരാളും ഇങ്ങനെ കണ്ണുക്ക് നോക്കി. ഇപ്പൊ 1000 അയാൾക്കും 2 ആൾക്കും കൂട്ടി നോക്കുമ്പോൾ നാട്ടുകാരെ മുഖമൊക്കെ വാടി. അപ്പൊ ഞാൻ എന്റെ ഇവർക്ക് പറ്റിയെന്ന് ഞാൻ ചിന്നെ കൂട്ടാൻ വന്ന ചങ്ങായിനോട് സ്വകാര്യം ചോദിച്ചു, എന്റെ പേർക്ക്. അപ്പോ എന്നോട് ചെവി പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ വന്നിട്ട് എന്റെ ഇപ്പൊ കാര്യം ഉണ്ടായത്? കാലുകാർക്കും കൂട്ടി, എല്ലാക്കാർക്കും കൂട്ടി, നാട്ടുകാർക്ക് എന്താ കാര്യം? അപ്പൊ എനിക്കും അതൊരു വിഷമായി. ഞാൻ ഒരു മൗലായൊക്കെ ചെല്ലിച്ച് ഓരോ റാഹത്താക്കി ഒപ്പം നിർത്തിയിട്ട് അവിടെ 150 ഉറുപ്പിക വരിസംഖ്യയാണ് എല്ലാവർക്കും, അത് 200 ആക്കിയാണ് കൂട്ടി. എല്ലാവർക്കും ആണ് റാഹത്തായി. ഇങ്ങനെയൊക്കെ എല്ലാവർക്കും ആണ് റാഹത്തായി. മോലാർക്കും കൂട്ടി, നാട്ടുകാർക്കും കൂട്ടി. എന്തൊരു സന്തോഷം നിലവന്ന് പോന്നപ്പോ അവര് വീട്ടിൽ കൊണ്ടുപോയി എനിക്ക് നെയ്ച്ചോറ് ഇറച്ചിയൊക്കെ തന്ന് ഉസ്താദ് ഇഞ്ഞും വരണം എന്നാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കി, ഇങ്ങനെ ഈ കലണ്ടർ കൊടുക്കാം, പിരിവ് നടത്താം, ഇതൊക്കെ എന്താന്ന് വെച്ചാൽ 100 തരാൻ പറ്റുന്നോട് 100 വാങ്ങാം, 1,00,000 വാങ്ങാൻ പറ്റുന്നോട് 1,00,000 വാങ്ങാം. അല്ലാതെ ഓരോട് വാങ്ങാതൊക്കെ. അതേമാതിരി ഇവിടെ കലണ്ടറൊക്കെ കൊടുക്കുമ്പോൾ കുട്ടികൾ ആ സ്ത്രീകൾക്കൊക്കെ ഓരോന്ന് കൊടുക്കാം. ഓര് ചിലപ്പോൾ 50 ഉറുപ്പിക തരുള്ളൂ, അത് മതി. ആണുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഒരു 100 തരും. ഇത് അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. അതല്ലേ തന്നെ അല്ലാഹു തആല റഹ്മത്ത് ചെയ്യുമാറാവട്ടെ. അപ്പൊ നമ്മളെല്ലാവരും അതിന് ആക്ഷേപം പറഞ്ഞു നിൽക്കലല്ല, വേഗം നമ്മളൊക്കെ കൂടി വാങ്ങാം. അള്ളാഹുവിന് ഖൈറ് നൽകണേ അല്ലാഹ്. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ. ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരോട്, മുസ്ലിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് നമ്മുടെ മൂല്യം നാം ബോധ്യപ്പെട്ടു പോകണം. നമ്മുടെ ഇസ്ലാമിനെ നാം പഠിക്കണം. ഒരു ബഹുസ്വര സമൂഹത്തിൽ, ഒരു ഹൈടെക് യുഗത്തിൽ, ഒരു റോബോട്ടിന്റെ യുഗത്തിൽ നമ്മൾ നമ്മുടെ ഇസ്ലാമിനെ കുറിച്ച് പറയാൻ നമുക്ക് സാധിക്കണം, ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അതിനുള്ള അവിശ്രമ പരിശ്രമമാണ് പണ്ഡിതന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മദ്രസകളെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ദുരന്തം എത്രമാത്രം വലുതായിരിക്കുമെന്ന് നമ്മൾ ഓർക്കണം. ചെറുതല്ല അതിന്റെ ദുരന്തം. ഈ കാണുന്ന മതപാഠശാലകളിൽ നിങ്ങൾ ഓർത്തു നോക്കൂ, ഇപ്പൊ പിന്നെ ഒരു ഖേദകരമായിരിക്കുന്ന ഒരവസ്ഥ പറയാതിരിക്കാൻ വയ്യ, അല്ലേ? മത നേതൃത്വം എന്ന് പറയുന്നത് പണ്ഡിതന്മാരാണ്. രാഷ്ട്രീയ നേതൃത്വം വേറെ. മത നേതൃത്വം എന്ന് പറയുന്നത് മതം പഠിച്ചിരിക്കുന്ന ആളുകളാണ്. മതത്തിന്റെ വിധിവിലക്കുകൾ രേഖപ്പെട്ട് കിടക്കുന്ന ആധികാരിക ഗ്രന്ഥങ്ങൾ, ഖുർആനിന്റെ വ്യാഖ്യാനങ്ങൾ,
ഹദീസിന്റെ വ്യാഖ്യാനങ്ങൾ, ആ വ്യാഖ്യാനങ്ങൾക്ക് അത് കർമ്മശാസ്ത്രം, നിദാനശാസ്ത്രം, ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് നിരവധി ഗ്രന്ഥങ്ങളുണ്ട്. അതെല്ലാം അറബിയിലാണ്. ആ അറബി ഗ്രന്ഥമാണ് മൂലഗ്രന്ഥം. ആ ഗ്രന്ഥം നോക്കിയിട്ട് വിധി പറയാൻ സാധിക്കണം. അതാണ് ഒരു മുക്തിയുടെ യോഗ്യത, അതാണ് ഒരു കാളിയുടെ യോഗ്യത. ഇപ്പൊ നമ്മളൊരു സങ്കടത്തിലാണ്. ചില വലിയ ആളുകൾ ചേർന്നുകൊണ്ട് വിവരമില്ലാതെ ആരൊക്കെ കാളിയായിട്ടുണ്ട് അത് തെരഞ്ഞു നടക്കാണ്. എന്തൊരു സങ്കടത്തിലാണ്. നമ്മൾ അത്ഭുതപ്പെട്ടു അല്ലേ? ഇപ്പൊ ചില വലിയ ആളുകൾ ചേർന്നുകൊണ്ട് തെരയണത് മുഹമ്മദ് മുസ്ലിയാർ കാളിയായി എന്നത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. മഹമ്മാക്ക കാളിയായത് എവിടെയെങ്കിലും ഉണ്ടോ? വിവരമില്ലാത്തവർ എവിടെയൊക്കെ കാളിയായിട്ടുണ്ട് എന്ന് അന്വേഷിക്കേണ്ട ഗതികേടിലേക്ക് വിവരമുള്ളവർ എത്തിപ്പെടുന്നു എന്ന ദുഃഖകരമായ യാഥാർത്ഥ്യത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് പറയട്ടെ, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, വിജ്ഞാനമാണ് ഇസ്ലാമിന്റെ ജീവിതം. നമ്മൾ പഠിക്കണം. അദ്ദുനിയാ ബുസ്താൻ, ഭൂമി ഒരു പൂന്തോപ്പാണ്. നാല് ഘടകങ്ങളെ കൊണ്ട് അള്ളാഹു അതിനെ അലങ്കൃതമാക്കിയിട്ടുണ്ട്. ഏതാണ്? ഒന്നാമത്തേത് ഇൽമുൽ ഉലമാ, അറിവുള്ള പണ്ഡിത നേതൃത്വം. അവരിൽ നിന്ന് ചോദിച്ചും കേട്ടും പഠിച്ച ഇബാദത്തുൽ ഉബ്ബാദ്, നല്ല വഴിപ്പെട്ട് ജീവിക്കുന്ന ആബിദീങ്ങൾ. അല്ലാഹു റബ്ബി അദ്ലുൽ ഉമറാ, ഒരു ഉമറ എങ്ങനെയാണ് നീതി നടപ്പാക്കേണ്ടത് എന്ന് ആലിമീങ്ങൾ പറഞ്ഞു കൊടുക്കണം. അത് പഠിച്ചിരിക്കുന്ന അതിൽ നടപ്പാക്കുന്ന ഉമറാക്കൾ. നസീഹത്തുൽ മുഹ്തരിഫീൻ, ഒരു തൊഴിലാളി അവന്റെ ധർമ്മത്തെക്കുറിച്ചും പഠിക്കണം, അവന്റെ കടമയെക്കുറിച്ചും പഠിക്കണം. ഇതൊക്കെ എവിടെ നിന്ന് പഠിക്കണം? അള്ളാഹുവിന് ഭയപ്പെടണം, ഇൽമു വേണം. അള്ളാഹ്ക്ക് ഭയപ്പെടണം, ഇൽമു വേണം. മനുഷ്യരെ സഹായിക്കണം, സ്നേഹിക്കണം. അള്ളാഹുവിന്റെ പ്രതിഫലം മോഹിച്ച് സ്വർഗം. ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ജീവിതം രണ്ട് ഇരുട്ടറക്ക മധ്യമാണ്. ഉമ്മയുടെ ഗർഭാശയം ഒരു ഇരുട്ടറയാണ്, ഖബർ മറ്റൊരു ഇരുട്ടറയാണ്. ഇത് രണ്ടിന്റെയും ഇടക്കാണ് നമ്മുടെ ദുനിയാവ്. ഇതിനൊരു വല്ലാത്തൊരു പ്രത്യേകതയുണ്ട്. എന്താ? ജനിക്കുമ്പോൾ നമുക്കൊന്നും സംസാരിക്കാൻ അറിയില്ല, ഏതുപോലെ മരിക്കുമ്പോൾ ഒന്നും മിണ്ടാൻ കഴിയാത്തതുപോലെ. ഇത് രണ്ടിന്റെ ഇടക്കാണ് നമ്മുടെ ജീവിതം. ജനിച്ചപ്പോൾ നമ്മെ ആരോ ഒരു കട്ടിലിൽ കിടത്തി. അത് നമ്മുടെ രണ്ട് കൈയാണ്. രണ്ട് ഉള്ളം കൈയിന്റെ ഉള്ളിൽ ഇങ്ങനെ മലർത്തി കിടത്തിയിട്ട് ഇങ്ങനെ പിടിച്ചു. ജനിച്ചപ്പോൾ ഈ വാഹനത്തിൽ നമ്മളെ കയറ്റി, നമുക്ക് ആ ഒരു കഴിവുമില്ല. മരിക്കുമ്പോൾ മറ്റൊരു വാഹനത്തിൽ നമ്മൾ താങ്ങിക്കൊണ്ടുപോകും. ആരോ ആവോ. ഇതിനിടക്കാണ് നമ്മുടെ ജീവിതം. ജനിക്കുമ്പോൾ നമുക്ക് സംസാരിക്കാൻ അറിയില്ല, മരിക്കുമ്പോൾ നമുക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. ഇതിനിടക്കാണ് നമ്മുടെ ജീവിതം. എപ്പോൾ വാങ്കും ഇക്കാമത്തും വിളിച്ചോ അവിടെ ഒരു നിസ്കാരം ഉണ്ടാകും. ജനിച്ചപ്പോൾ ഒരു വാങ്കും ഇക്കാമത്തും കേട്ടിട്ടുണ്ട്, നിസ്കാരം നടന്നിട്ടില്ല. എന്നാൽ ഇനി ഒരു നിസ്കാരമുണ്ട്, അവിടെ വാങ്കും ഇക്കാമത്തും ഇല്ല. അതാണ് മയ്യത്ത് നിസ്കാരം. അതിനടക്കാണ് നമ്മുടെ ജീവിതം. അഹങ്കരിക്കല്ലേ, അതിന് മാത്രം നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. അഹന്ത വേണ്ട, അതിനനുസരിച്ച് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. ഇവിടെ നമുക്ക് കിട്ടേണ്ടത് ഏതാണ്? പഠിക്കും തോറും വിനയം. അല്ലാഹുവിന്റെ ഖുർആൻ, അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ, കരുണക്കടലായ അല്ലാഹ്, കരുണാവാരിധിയായ അല്ലാഹ്, ദയാലുവായ അല്ലാഹ്, വിട്ടുവീഴ്ച ചെയ്യുന്നവനായ അല്ലാഹ്, വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവനായ അല്ലാഹ്, അതാണല്ലോ റഹ്മാൻ. ആ റഹ്മാനാണ് അല്ലമൽ ഖുർആൻ. മുസ്ലിംകളെ, വിനയം അതാണ് നമ്മുടെ മൂലധനം. താഴ്മ അതാണ് നമ്മുടെ മൂലധനം. ഇപ്പോൾ ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ അനുസ്മരണ മാസമാണ്. സുബ്ഹാനല്ലാഹ്. അമ്പിയാക്കളെ അനന്തരാവകാശികൾ ആലിമീങ്ങളാണ്. ആലിമീങ്ങളെ കൂട്ടത്തിൽ പല പദവിയുമുണ്ട്. വലിയ എന്ന പദവിയുണ്ട്, ആരിഫ് എന്ന പദവിയുണ്ട്. അതേപോലെ തന്നെ അവരെ കൂട്ടത്തിൽ പല ഫൗസിങ്ങളും കുത്തുബീങ്ങളും ഒക്കെ ഉണ്ട്. അല്ലാഹു റബ്ബി, ആ മഹാന്മാരെ പട്ടിക ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ അക്കാലത്തെ ഒരാൾ കത്തെഴുതി. ആ കത്തിൽ ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് തങ്ങളെ അദ്ദേഹം അഭിസംബോധനം ചെയ്തത് ഐ ഖിൻസീർ എന്നാണ് വിളിച്ചത്, ഐ മുബ്തദി എന്നാണ് വിളിച്ചത്. അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് ഇത്രയധികം ചീത്ത വാക്കുകളെ കൊണ്ടൊരു കത്ത് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന് കിട്ടി. ആ കത്ത് ബഹുമാനപ്പെട്ടവരിങ്ങനെ വായിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, എന്നെ സംബന്ധിച്ച് നന്നായി അറിയുന്ന ആളാണ് ഈ കത്ത് എഴുതിയത്.
അള്ളാഹു അദ്ദേഹത്തിന് പ്രതിഫലം കൊടുക്കട്ടെ. എന്നിട്ട് അദ്ദേഹത്തിന് മറുപടി എഴുതി, നിങ്ങൾ പറഞ്ഞതുപോലെയൊക്കെയാണ് ഞാൻ എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ ഔദാര്യത്തിൽ നിന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ് അദ്ദേഹം മറുപടി എഴുതി. ആ മറുപടി കിട്ടിയപ്പോഴാണ് കത്തെഴുതിയിരിക്കുന്ന ആൾ ഖിന്നനായി. അദ്ദേഹം ആകെ അമ്പരന്ന് പോയി. അദ്ദേഹം മാനസിക സമനില തെറ്റിക്കൊണ്ട് അല്ലാ അല്ലാ എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം കുറെ കാലം ഓടി നടന്നു. പിന്നെ അദ്ദേഹത്തെ കാണാതായി നാട്ടിലെവിടെയും. മഹാന്മാർ അവരുടെ താഴ്മയെ നമ്മൾ പഠിക്കണം. മഹാന്മാർ അവരുടെ വിനയത്തെ നമ്മൾ പഠിക്കണം. ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു കുഷ്ഠരോഗികളുടെ കൂടെ ഭക്ഷണം കഴിച്ചു. ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചപ്പോൾ എന്താണ് ബഹുമാനപ്പെട്ടവരുടെ മറുപടി? സിഖത്തൻ ബില്ലാഹ് വതവക്കുലൻ അലല്ലാഹ്. മഹാന്മാരായ ആളുകൾ എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം എങ്ങനെയാണ്? അവശരെയും വികലാംഗരെയും മറ്റുമൊക്കെ ചേർത്ത് പിടിക്കലാണ്. ഇസ്ലാം ആരെയും അവഗണിക്കാൻ പഠിപ്പിക്കുന്നില്ല. ഞാൻ എന്റെ മാതാപിതാക്കളോട് പറയട്ടെ, ഒരിക്കലും നമ്മുടെ മക്കളെ നമ്മൾ നീ ഒന്നും നന്നാകൂലടാ അങ്ങനെ ആക്ഷേപിച്ച് ഒരിക്കലും പറയാൻ പാടില്ല. അതേ സമയത്ത് ആ സമയം കൂടി പടച്ചവനെ എന്റെ മക്കളെ നന്നാക്കണേ എന്ന് പറയണം. ഒരു ഉമ്മാക്കും വാപ്പാക്കും 7 മക്കൾ, 5 ആണും 2 പെണ്ണും പഠിപ്പിച്ച് ഉന്നത നിലവാരത്തിൽ മാതാപിതാക്കൾക്ക് പ്രായമായപ്പോൾ 7 മക്കളും നാട്ടിലില്ല. ഒരാൾ സിംഗപ്പൂർ, മറ്റേയാൾ ഖത്തർ, മറ്റേയാൾ അബുദാബി. ഇപ്പൊ മാതാപിതാക്കൾക്ക് അങ്ങേയറ്റം പ്രായമായി, അവശരാണ്. അവര് പാതിരാവിന്റെ സമയത്ത് ദാഹിക്കുന്ന വെള്ളം കിട്ടാൻ മോളെ എന്ന് വിളിച്ചാൽ മോള് സിംഗപ്പൂരിലാണ്. അവള് വിളിയേക്കോ? അവള് വേദന സഹിച്ചിട്ട് ഉമ്മ മോനെ എന്ന് വിളിച്ചാൽ മോൻ അബുദാബിയിലാണത്. വിളി കേൾക്കോ? 7 മക്കളും 7 കൊമ്പത്ത്. അവരൊക്കെ നല്ല ശമ്പളം വാങ്ങുന്നവരാണ്. മാതാപിതാക്കളെ അക്കൗണ്ടിലേക്ക് മാസാന്തം ഒരു പൈസ അയക്കുന്നുണ്ട്. വന്നു എന്ന് ഉമ്മാക്കും പാപ്പാക്കും അറിയില്ല, അച്ഛനും അമ്മക്കും അറിയില്ല, വന്നിട്ടില്ല എന്നും അറിയില്ല. അവർക്ക് പണം കൊണ്ടെന്താ കാര്യം? അങ്ങനെ ഇരിക്കുന്ന മധ്യേ തീരെ അവശരായപ്പോൾ ഒരു ഓട്ടോറിക്ഷക്കാരൻ അവരെ കയറ്റി ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരി ഇരിക്കുന്ന സമയത്ത് അവിടെ മറ്റൊരു മാതാപിതാക്കളെ പരിചയപ്പെട്ടു. ആ മാതാപിതാക്കളെ സംരക്ഷിച്ചുകൊണ്ട് ഒരു കുട്ടി കൂടെ. ആ കുട്ടിക്ക് കാലിന്റെ ദേശം ഒരു പതുക്കെയാണ്, എന്താ പറയാ, ഒരു വികലാംഗനാണ്. അങ്ങനെ വേച്ചാണ് നടക്കുന്നത്. ആ മാതാപിതാക്കൾ പരസ്പരം കസേരയിരുന്ന് പരിചയപ്പെട്ടു. നിങ്ങൾക്ക് എത്ര മക്കളാ? 7. നിങ്ങൾക്കോ? ഞങ്ങൾക്ക് 3. ഇതാരാണ്? ഇത് ചെറിയ മോന്. അപ്പൊ മറ്റു 2 കുട്ടികളൊക്കെ അവിടെ അവര് നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. ഒരാൾ ഖത്തറിലും ഒരാൾ അബുദാബിയിലും. ഇവൻ മാത്രമേ ഇപ്പൊ ഞങ്ങളൊപ്പം ഉള്ളൂ. അപ്പൊ ഈ കുട്ടി അങ്ങോട്ട് പോകുന്നു ഡോക്ടറെ അടുത്തേക്ക്. ആ കുട്ടിമാരുടെ കയ്യും പിടിച്ചിട്ട് മരുന്ന് വാങ്ങാൻ. ഇതൊക്കെ ഇങ്ങനെ കണ്ടപ്പോഴാണ് 7 മക്കളെ വാപ്പയും ഉമ്മയും പറയുന്നത്, നമ്മളെ ഒരു കുട്ടിയെങ്കിലും ഇവന്റെ മാതിരി ആയില്ലോ. മനസ്സിലാക്കിക്കൂടില്ല. ഇത് കഥ പറയാൻ വേണ്ടി പറഞ്ഞതല്ല, നടക്കുന്ന സംഭവം ഓർമ്മപ്പെടുത്തിയതാണ്. ഒരു കുട്ടിയെങ്കിലും ഇവന്റെ മാതിരി നമുക്കും ഉണ്ടായില്ലല്ലോ എന്ന് മാതാപിതാക്കൾ ആഗ്രഹിക്കേണ്ടി വന്നു. നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിക്കണം. നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. ഞാൻ അബുദാബിയിൽ നമ്മളെ കൊമ്പുസ്താദും ഞങ്ങളൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് അബുദാബിയിൽ ചെല്ലുമ്പോൾ അവിടെ ഖുസൂസി എയർപോർട്ടിൽ നല്ല ശമ്പളം വാങ്ങുന്ന ഒരു മൗലവി ഉണ്ടായിരുന്നു, മഹ്മൂദ് മൗലവി. അദ്ദേഹം അബുദാബി SYSന്റെയും മർക്കസിന്റെയും ഒക്കെ സെക്രട്ടറി ആയിട്ടുണ്ടെന്നാണ്. നല്ല പ്രഗത്ഭനായ ആളാണ്, സംഘാടകൻ. അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഉന്നത ശമ്പളം കിട്ടുന്ന ഖുസൂസി എയർപോർട്ടിലെ ജോലി അദ്ദേഹം രാജിവെച്ചു. കമ്പനി മുഴുവൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്കൊരു വർഷത്തെ ലീവ് തരാം, നിങ്ങൾ എന്തിനാ രാജിവെക്കേണ്ടി വരുന്നത്? അദ്ദേഹം പറഞ്ഞു, എന്റെ ഉമ്മാക്ക് സുഖമില്ല, ഞാൻ ഉമ്മാനെ ശുശ്രൂഷിക്കാൻ വേണ്ടി പോവാൻ. അദ്ദേഹം നാട്ടിലെത്തി 2 വർഷം ഉമ്മയെ പരിപാലിച്ച് ശുശ്രൂഷിച്ച്. എന്തൊരു ശുശ്രൂഷ! ഉമ്മയുടെ ചികിത്സയും ഉമ്മയുടെ വസ്ത്രം അലക്കലും ഉമ്മക്ക് ഭക്ഷണം കൊടുക്കലും അല്ലാഹു റബ്ബി എല്ലാം അദ്ദേഹം ചെയ്തു. അദ്ദേഹം എന്തുകൊണ്ട് അദ്ദേഹം മദ്രസ മുതൽ കിതാബോധി പഠിച്ച് ഉമ്മയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗത്തിന്റെ ടിക്കറ്റ് മുറിച്ചു തരാൻ അല്ലാഹു തആല ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉമ്മ മാത്രമാണ്. അപ്പൊ വാപ്പാര് വിചാരിക്കും നമ്മളൊക്കെ സ്ഥിതി എന്താണ്? ഉമ്മാരുടെ ടിക്കറ്റ് കിട്ടും. ആ ടിക്കറ്റും വാങ്ങിയിട്ട് ഇങ്ങനെ വരുമ്പോ അൽ വാലിദു ഔസത്തു അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ പ്രധാന കവാടം വാപ്പയാണെന്ന് മുഹമ്മദ് മുസ്തഫ
ഉമ്മാന്റെ അടുത്ത് ടിക്കറ്റ് കിട്ടിയാൽ ബാപ്പ ഉണ്ടാവും ഗേറ്റിന്റെ അടുത്ത്, ബാപ്പാന്റെ അടുത്ത് കൊടുക്കുക. അങ്ങനെ ഉമ്മയും ബാപ്പയും. അപ്പോഴോ രണ്ടാളെടുത്തും ചാവിയില്ല. ചാവി ആരെടുത്താണുള്ളത്? അത് ഉസ്താദിന്റെ അടുത്താണ്. അതാണ് എന്നെയും എന്നുടെ ഉമ്മയും ബാബയും അറിവൈ പഠിപ്പിച്ച ഉസ്താദുമാരെയും എന്നെയും മറ്റുള്ള മുഅ്മിൻ എല്ലാരെയും എങ്കൽ നബിന്റെ ശഫാഅത്തിൽ കൂട്ടല്ലോ. ഓ പ്രിയപ്പെട്ട മാതാക്കളെ, പിതാക്കളെ, നമ്മൾ കഷ്ടപ്പെടുന്ന സമയത്ത് ഒരു കൈത്താങ്ങാകാൻ മകൻ, നമ്മൾ കബറിൽ കിടക്കുമ്പോൾ ഒരു പ്രാർത്ഥന കിട്ടാൻ മകനും. അതാണ് നമ്മുടെ മക്കളെ ഈ ഹസനിയ വളർത്തിയെടുക്കുന്നത്, നമ്മുടെ ദീനി സ്ഥാപനങ്ങൾ വളർത്തിയെടുക്കുന്നത്. നിങ്ങളെല്ലാവരും ഇന്നിവിടെ നിന്ന് പിരിഞ്ഞാൽ നിങ്ങൾക്ക് പണച്ചെലവില്ലാത്ത ഒരു പ്രചരണം ഞാൻ പഠിപ്പിച്ചു തരാം. നിങ്ങൾ ചെയ്യാൻ തയ്യാറുണ്ടോ? ഒക്കെ മലക്കുകൾ ഇല്ലാത്ത മറുപടിയാണ്. ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാം. സ്വർണ്ണം ഉണ്ടോ? അല്ലേ ഉണ്ടോ? ഒരു ഉറുപ്പിയും ചെലവില്ല, ഒരു ഉറുപ്പിയും ചെലവില്ല. അങ്ങനത്തെ ഒരു പ്രചരണം ഞാൻ ഏറ്റെടുക്കുകയാണ്. നിങ്ങൾ റെഡി ഉണ്ടോ? അല്ലേ? അള്ളാഹു തൗഫീഖ്. റെഡിയല്ലേ? ഇന്ന് മുതൽ നിങ്ങൾ ആദ്യം വീട്ടിൽ പോയിട്ട് ഹസനിയ ഒന്ന് പറയാം. ഹസനിയന്റെ സമ്മേളനം ജനുവരി എത്ര കഴിഞ്ഞു? അതാ അങ്ങനെയാണ് പറയണം. അള്ളാഹു തോപ്പിക്കുകയാണ്. അല്ലാതെ മദ്രസയിൽ കുട്ടി പരീക്ഷാ പേപ്പർ കിട്ടിയപ്പം 4 കിതാബ് ഏതൊക്കെ നബിമാർക്കാന്ന് എഴുതാനാണ് ശരിയെടുത്ത് നോക്കുമ്പോ എന്താ? തൗറാത്ത് മൂസാ നബിക്ക് തന്നെയാണ്, ഇഞ്ചീൽ ആർക്ക് തന്നെയാണ്, ഈസാ നബിക്ക് തന്നെയാണ്. അതേമാതിരി ദാവൂദ് ആർക്കാണ്? അത് സബൂർ നബിക്കാണ്, അല്ലേ? അപ്പൊ കുട്ടിക്കൊരു സംശയം, എന്തേ സബൂർ നബിക്ക് ദാവൂദാണോ, ദാവൂദ് നബിക്ക് സബൂറാണോ? അല്ലേ? കുറച്ചേരം ഇങ്ങനെ ആലോചിച്ചപ്പോ കുട്ടിക്ക് ഉറപ്പായി സബൂർ നബിക്ക് തന്നെയാണ്. ഏത് ഇങ്ങനെ നിങ്ങൾ ഡേറ്റ് പറയാൻ വേണ്ടി നിൽക്കരുത്. ഡേറ്റ് ഉണ്ടാക്കണം. മൂപ്പര് ഓർമ്മിച്ച് വെച്ച മാതിരി 24. അപ്പൊ ഇനി നമ്മൾ സംസാരിക്കണം. എപ്പോ സംസാരം തുടങ്ങുമ്പോഴും സംസാരം അവസാനിപ്പിക്കുമ്പോഴും ഹസനിയ പറഞ്ഞാണ് അവസാനിപ്പിക്കുക. നിങ്ങളൊരു സ്ഥലത്തേക്കാട് ചെല്ലുമ്പോ ഇങ്ങോട്ടാരും ചോദിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ പിന്നെ വേഗം വന്നത് എന്താണെന്നറിയോ? നമ്മൾ ഹസനിയന്റെ സമ്മേളനത്തിന്റെ കുറച്ച് ജോലി ചെയ്യാണ്ട്. ഹസനിയ സമ്മേളനം 24, 25, 26 ജനുവരിയിൽ നടക്കുകയാണ്. അതിന്റെ കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട്. കൊമ്പസ്താദൊക്കെ അവിടെ വന്നിരുന്നു, കൂറ്റമ്പാറ ഉസ്താദ് ഉണ്ടായിരുന്നു, ജാലിമിങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ പറഞ്ഞപ്പോ ഞാനത് ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പോകും. എനിക്ക് ആ സമ്മേളനത്തിന് പോകാൻ ആ കൂടിയവരോടൊക്കെ ഇങ്ങോട്ട് ചോദിക്കാൻ കാത്തേക്കാണ്ട് അങ്ങോട്ടാണ് പറയുന്നത്. അല്ലാഹു റബ്ബി, നമ്മളെ സുഹൈൽ തങ്ങൾ അല്ലാഹു അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അങ്ങ് കണ്ണൂരിന് അപ്പുറത്തുനിന്ന് തങ്ങള് യാത്ര ചെയ്ത് വരിക. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. നമ്മൾ ഹൃദയം അറിഞ്ഞ് മഹബത്ത് വെക്കുന്ന സയ്യിദന്മാരിൽപ്പെട്ടതാണ്. അള്ളാഹു തആല സയ്യിദ് അവരുടെ നേതൃത്വത്തിൽ ഈ സഭ കബൂൽ ചെയ്യണേ അല്ലാഹ്. അപ്പൊ നമ്മൾ ചെവിയിൽ നിന്ന് ചെവിയിലേക്കുള്ള പ്രചരണം, അതാണ് ഏറ്റവും വലിയ പ്രചരണം. നിങ്ങൾ നോക്കേണ്ടി ഈ പെണ്ണുങ്ങളടിയിൽ കൂടെ ചില മസാല ഉണ്ട്. അത്തരം പ്രചരണം നമ്മളെ കിതാബിലൊന്നും ഇല്ല, അല്ലേ? പെണ്ണുങ്ങളിലേക്ക് പകരുന്ന കുറെ മസാലകളുണ്ട്, അല്ലേ? ചില വാർത്തകൾ ഒരു ഔദ്യോഗികതയില്ലാത്ത എത്ര വാർത്തന്റെ ഇവിടെ, അത് മനോരമയിലില്ല, മാതൃഭൂമിയിലില്ല, സിറാജിലില്ല, ഒരു പത്രത്തിലും ഇല്ല. പക്ഷെ അത് നാട്ടിലാകണ്ട്. ഈ പ്രചരണമാണ് ഏറ്റവും വലിയ പ്രചരണം. അത് നിങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? അല്ലേ? ഒരു സ്ഥലത്തേക്ക് നമ്മൾ നേരം വൈകി എത്തുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ നോക്കി കാണിച്ചാൽ ഓരോട് ചോദിച്ചാലും ചോദിച്ചിട്ടില്ലെങ്കിലും പറയാം. പിന്നെ നമ്മളെ ഹസീനിയന്റെ സമ്മേളനം ജനുവരി 24, 25, 26 നിങ്ങൾക്കൊക്കെ അറിയാലോ. അതിന്റെ ചെറിയൊരു ചുറ്റുപാടുള്ളത് കൊണ്ട് 10 മിനിറ്റ് വൈകി. അപ്പൊ നമ്മൾ നേരത്തെ വന്നതും ആ സമ്മേളനത്തിന്റെ ആളായിട്ടാണ്, നേരം വൈകിയത് വന്നായിട്ട് തന്നെയാണ്. ഇനിയിപ്പോ നമ്മൾ വേഗം ആദ്യത്തെ ട്രിപ്പിൽ തന്നെ ചോറ് കഴിച്ചാൽ പിന്നെ ഞാൻ ഫസ്റ്റ് ചോറ് കഴിച്ച് പോട്ടെ. എന്തുകൊണ്ട്? എനിക്ക് ആ സമ്മേളനത്തിന്റെ നമ്മളെ ഹസനിയന്റെ 24, 25, 26 ആ ഭക്ഷണം കഴിക്കാതിരിക്കണവര്. നിങ്ങൾ ചെറുപ്പക്കാർ കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ഞാൻ വേറെ ഭാഗം കൂടി പറഞ്ഞുതരാം. ഒരു ബസ്സിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്യാണ്. അപ്പോ ബസ്സിൽ എത്ര ആളുണ്ട്? 50 ആൾ ഇരിക്കുന്നുണ്ട്. 2 ആൾ ഒപ്പം ഇരിക്കുമ്പോൾ 2 ആൾ ഒരു സീറ്റിൽ ഇരിക്കണ്ട. ഒരാൾ മുന്നിൽ പോയിരിക്കുക, ഒരാൾ ബാക്കിൽ ഇരിക്കുക.
എന്നിട്ട് ഈ മുന്നത്തെ ആള് ബാക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഇവനോട് ഇങ്ങനെ ചോദിച്ചു, അല്ല എങ്ങട്ടാ? ഞാനേ നമ്മളെ അസനിയന്റെ സമ്മേളനം ഉണ്ടല്ലോ, അതിന്റെ മീറ്റിംഗ് നടക്കുന്നുണ്ട്, ജനുവരി 24, 25 സമ്മേളനം. അപ്പൊ ഈ ബസ്സിലുള്ളവരൊക്കെ വെറുതെ അതൊക്കെ കേട്ടോളും. ഇങ്ങനെ ഒരു പ്രചരണത്തിന് നിങ്ങളൊക്കെ ഉണ്ടോ? അല്ലേ? ആ പ്രചരണമാണ് ഏറ്റവും വലുത്. നമ്മൾ ഈ നോട്ടീസും ബാക്കിയുള്ളതും ഇതൊക്കെ ഒരു ഔപചാരികതയ്ക്ക് വേണ്ടിയുള്ള പ്രചരണമാണ്. ഈ പ്രചരണം ചെവിയിൽ നിന്ന് ചെവിയിലേക്ക് അങ്ങനെ ഓരോരുത്തരും തീരുമാനിക്കാം. ഹസനിയയെ പറ്റി കേട്ടിട്ടില്ലാത്ത 100 ആളുകളിലേക്ക് ഞാൻ ഹസനിയെ എത്തിക്കും. ഈ കൂടി എല്ലാവരും ഒന്ന് തീരുമാനിക്കും. നമ്മളെ പെണ്ണുങ്ങളൊക്കെ ഒന്ന് തീരുമാനിക്കും. ഹസനിയെ പറ്റി കേട്ടിട്ടില്ലാത്ത 100 പെണ്ണുങ്ങളിലേക്ക് ഞാൻ എത്തിക്കും. അങ്ങനെ നമ്മൾ ഓരോരുത്തരും തീരുമാനിച്ചാൽ എത്ര ആളിലേക്ക്? അങ്ങനെ ഹസനിയെ കണ്ടിട്ടില്ലാത്ത, ഹസനിയെ കേട്ടിട്ടില്ലാത്ത 100 കണക്കിന് ആളുകളിലേക്ക്, 1000 ആളുകളിലേക്ക് ഹസനിയയുടെ 30-ാം വാർഷികം, ഹസനിയയുടെ 30-ാം വാർഷികം ജനുവരി 24. അതാ പറഞ്ഞത്. അങ്ങനെ അങ്ങനെ ചെവിയിൽ നിന്ന് ചെവിയിലേക്കുള്ള വാർത്ത, അതാണ് ഏറ്റവും വലിയ വാർത്ത. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ജനസംസാരങ്ങളുണ്ട്. ആ ജനസംസാരം ഇപ്പോ ആളുകൾക്ക്, കുറച്ച് ആളുകൾക്കൊക്കെ പെട്ടെന്നൊരു മരണം വരുന്നു അല്ലേ? കുറച്ച് പെട്ടെന്നുള്ള മരണങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്, അല്ലാഹു കാക്കട്ടെ. അതിൽ കുറെ ആളുകൾക്കൊക്കെ ഷോക്ക് വന്നിട്ടാണ് മരിക്കുന്നത്. അതിനെപ്പറ്റി മൊത്തം നാട്ടിലൊരു വർത്താനുണ്ട്. എന്താണത്? ആ കൊറോണന്റെ ഇഞ്ചക്ഷൻ അല്ലേ, അതുകൊണ്ടാണ് വന്നത് എന്നാ പൊതുവെ അഭിപ്രായം. നിങ്ങളൊക്കെ കേട്ടിക്കണമല്ലേ? ഏത് ഡോക്ടറെ പറഞ്ഞത്? പറഞ്ഞ ആളുണ്ടോ? ഏത് പത്രത്തിലെ വന്നത്? വന്ന പത്രം ഉണ്ടോ? ഏത് വാർത്തയിലെ പറഞ്ഞത്? വന്ന വാർത്ത ഉണ്ടോ? എന്നാ ഇത് അറിയാത്തവരാരെങ്കിലും ഉണ്ട്? അതാണ് വാർത്ത, അതാണ് പ്രചരണം. ആ പ്രചരണത്തിന് നമ്മൾ തയ്യാറുണ്ടോ? എങ്കിൽ സമ്മേളനം വിചാരിക്കാത്ത വിജയം. അത് പ്രചരിപ്പിക്കേണ്ടത് ആരാണ്? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ അതുകൊണ്ട് ഞാനിവിടെ പ്രചരിപ്പിക്കുന്ന ആരോടാ പറയണമെന്നുള്ളതല്ല, നമ്മൾ കൂടുന്ന എല്ലാ മേഖലയിൽ, തൊഴിൽ മേഖലയിൽ, നമ്മുടെ സൽക്കാര മേഖലയിൽ, കല്യാണ മേഖലയിൽ, എല്ലാ സ്ഥലത്തും കൂടുന്നിടത്തൊക്കെ ഒന്ന് നമ്മൾ സമ്മേളനം ഒന്നിങ്ങനെ പറയാം. എന്നിട്ട് നിങ്ങൾ എല്ലാവരും സമ്മേളനത്തിനാണ് രംഗത്തൊക്കെ പ്രമുഖരാണ്, എല്ലാവരും വലിയ ആൾക്കാരാണ്. ഞാൻ ഇന്നാളെ ഒരു സമ്മേളനത്തിൽ എന്നെ ക്ഷണിച്ചിട്ടുണ്ടായില്ല. എനിക്ക് പോകാൻ പൂതിയുണ്ട്, പക്ഷെ ക്ഷണിക്കാതെ പോകുമ്പോൾ ഒരു ക്ഷീണല്ലേ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. ഞാൻ പിന്നെ അവിടെ വാൾ പോസ്റ്റ് ഒന്ന് എടുത്ത് നോക്കി. അപ്പൊ വാൾ പോസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അതിൽ കുറെ പ്രമുഖരെ പേരൊക്കെ ഇങ്ങനെ എഴുതിക്കണം. അതിന്റെ ചുവട്ടിലുണ്ട് അവസാനം NG മറ്റു പ്രമുഖരും ഉണ്ടാവും. അതിലാണ് പോയി ഞാൻ അങ്ങനെ അവിടെ പോയിട്ട് ഞാൻ ആ മറ്റു പ്രമുഖനായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് എന്തോ റാഹത്തിനാണ് സമ്മേളനത്തിൽ നിന്ന് നല്ല അന്തസ്സിലായിരുന്നു പോകുന്നത്. അപ്പൊ ഞാൻ അറിഞ്ഞില്ല എന്ന് പറയലില്ല, നമ്മളാണ് കൂടുതലാണ്. ഇത് നമ്മളെ അഖീദന്റെ വിഷയമാണ്, ഇത് നമ്മളെ കർമ്മത്തിന്റെ വിഷയമാണ്. ഞാൻ അറിഞ്ഞില്ല, എന്നോട് പറഞ്ഞില്ല, ഞാൻ കേട്ടില്ല, ഇതൊക്കെ വയന്ന ന്യായങ്ങളാണ്. നീ അറിയാതിരുന്നത് നിന്റെ കൂടി കുഴപ്പമാണെന്നുള്ളത് മനസ്സിലാക്കണ്ടേ? ഇവിടെ ഇത്ര പരസ്യമായിട്ട് പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും. അപ്പൊ അവിടെ ഒരു ന്യായം നമ്മൾ ഉണ്ടാക്കാൻ നോക്കണ്ട. അവിടെ മറ്റു പ്രമുഖർ, ഞാൻ ഇന്നാളെ സ്ഥലത്ത് ഇരിക്കണമെങ്കിൽ അതാ മറ്റു പ്രമുഖനായിട്ടാണ്. അപ്പൊ ആ രൂപത്തിൽ നമ്മളാണ് ഇത് കൈകാര്യം ചെയ്ത എല്ലാവർക്കും വിജയിക്കാം. ഉമ്മമാരെ, പല രഹസ്യങ്ങളും നമ്മളെ സഹോദരിമാർക്ക് സൂക്ഷിക്കാൻ പറ്റില്ല. അതുപോലെ മനസ്സിൽ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ ഒരാളോടെങ്കിലും പറയാൻ ഞാൻ ഒരു പൊറുതിയാണ്. അതുകൊണ്ട് നമ്മൾ പെണ്ണുങ്ങളോട് പറയുമ്പോൾ ഒക്കെ പറയണം, ഇതാരോടും പറയരുതിട്ടോ, ഇതൊരു രഹസ്യമാണെന്ന് പറയണം അവരോട്. എന്നാ പിന്നെ ഓര് പറയുമ്പോഴും അങ്ങനെ തന്നെ ആയിക്കോളൂ, ഇതാരോടും പറയണ്ടട്ടാ എന്ന് പറഞ്ഞാൽ എല്ലാവരോടും പറയുള്ളൂ. അങ്ങനെ നമ്മളെ പെണ്ണുങ്ങൾക്ക് ഒരു ഗുണമുണ്ട്. അള്ളാഹു നമ്മളെ സഹോദരിമാർക്കൊക്കെ റഹ്മത്ത് കൊടുക്കണം. സഹോദരിമാർ നമ്മെപ്പോലെയല്ല, അവരൊക്കെ നല്ല ഇബാദത്തിൽ താല്പര്യമുള്ളവരാണ്. ഖുർആൻ ഒരു ഖതം ഒരു മാസത്തിൽ തീർക്കാത്ത പെണ്ണുണ്ടാവില്ല. നമ്മളെ സുന്നി കുടുംബത്തിലെ എല്ലാ സഹോദരിമാരും ഒരു മാസത്തിൽ ഒരു ഖതമെങ്കിലും തീർക്കുന്ന ഉമ്മമാരാണ്. പടച്ചവനെ ഖുർആൻ കൊണ്ട് റഹ്മത്ത് ചെയ്യണേ അല്ലാ, ഗർഭിണികൾക്കൊക്കെ സുഖപ്രസവം നൽകണേ അല്ലാ. എത്ര സ്വലാത്തുകൾ ചെല്ലുന്നവരാണ് നമ്മുടെ ഉമ്മമാര്. സുബ്ഹാനല്ലാഹ്. ഉമ്മമാർക്കൊക്കെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഇതിപ്പോ ഏതാ മാസം? നവംബർ അല്ലേ? നവംബർ, ഡിസംബർ, പിന്നെ ജനുവരി. നമ്മളെ സമ്മേളനം ആകുമ്പോഴേക്ക് ഇനി കൃത്യമായിട്ട് എത്ര ദിവസമുണ്ട്? മൂന്നാം മാസം സുമാറിപ്പ് എനിക്കും അറിയായിട്ടല്ലല്ലോ അല്ലേ? അതല്ല ഞാൻ ചോദിച്ചത്. കൃത്യമായിട്ട് ഇപ്പൊ അത് എത്ര ഉണ്ട് ഒന്ന് നോക്കാൻ. 76 അല്ലേ? ഇന്ന് കൂട്ടിയിട്ടോ ഇന്ന് കൂട്ടാൻ നാളെ മുതൽ കൂട്ടാൻ മതി. 75 ദിവസമുണ്ട്. 75 ദിവസം. ഓരോ പെണ്ണുങ്ങളും
വേറെ ആരും കൊണ്ടുവന്ന് തരാൻ കാത്തിക്കണ്ട. നമ്മളവിടെ ആ മുട്ടായി കാര്യാക്കിയ ടിന്ന് അല്ലെങ്കിൽ അത് ആ പാൽപ്പൊടി ഒഴിവാക്കിയ ടിന്നുണ്ടാവും. ആ ടിന്നിൽ നമ്മളെ വക ഓരോ ദിവസം കയ്യിരിക്കുന്ന ബാക്കി ചില്ലറ, മീൻ വാങ്ങിയപ്പം ബാക്കിയുള്ളത്, പപ്പടം വാങ്ങിയപ്പം ബാക്കിയുള്ളത്, മറ്റേ ബാക്കിയുള്ളത്, ആ ബാക്കിയുള്ള പൈസ ഇങ്ങനെ ഒരു പെട്ടിയിലിട്ട് വെക്കാം. ഓരോരോ ഉദ്യങ്ങൾ ഇട്ടാൽ 75 ഉറുപ്പിക ഉണ്ടാകും സമ്മേളനമാകുമ്പോഴത്തേന്. നിങ്ങളെ ഭർത്താവിനെ സമ്മേളനത്തിന് പറഞ്ഞേക്കാൻ 75 ഉറുപ്പിക, ഒരു 25 ഉറുപ്പിക മൂപ്പര് വാങ്ങി 100 ആള്. ഈ കൂടിയിരിക്കുന്ന 500 ആള് 100 കൊണ്ടുവന്ന 500 എത്രയാവും? അങ്ങനെയാണ് നമ്മുടെ സ്ഥാപനം നടക്കുന്നത്. അല്ലാതെ ഇവിടെ ആരും കോടികൾ തരുന്നില്ല. ഈ പരമർ ഉസ്താദോ കമ്പോസ്താദോ ഒക്കെ പോയിട്ട് ഉണ്ടാക്കുന്നത് ഏതാ നിലങ്ങള്? അത് കെട്ടിടങ്ങൾ, അതൊക്കെ വലിയ വലിയ കോടികളുടേതാണ്. അതിന് വേണ്ടി അതേ സമയത്ത് ദൈനംദിന നടത്തിപ്പുണ്ട്. ദൈനംദിന നടത്തിപ്പ്, ആ നടത്തിപ്പ് നാട്ടുകാരെ കൊണ്ട് നടക്കണം, നമ്മളെ കൊണ്ട് നടക്കണം. അതല്ലേ ഉമ്മമാരെ ഹസനിയില് ഹിഫ്ദിൽ എത്ര കുട്ടികളുണ്ടെന്ന് ചോദിച്ചറിയാം, ദാബിയിൽ എത്ര കുട്ടികളുണ്ടെന്ന് ചോദിച്ചറിയാം. എന്നിട്ട് അല്ലാഹു റബ്ബി നമ്മളെ മോളെ പ്രസവത്തിന് കൊണ്ടുപോകുമ്പോൾ ഏതായാലും കുറച്ച് അപ്പം ഉണ്ടാക്കണം. ഏതപ്പ ചൂടുണ്ട്? അത് നെയ്യപ്പം ചൂടും അല്ലേ? നെയ്യപ്പം കേടെന്നതാണ് ഏതെന്ന് പറഞ്ഞത്? കുയ്യപ്പം എന്ന് പറഞ്ഞത്. മക്കളെ ചൂടാൻ ഏൽപ്പിച്ചപ്പോൾ അത് കേടുന്നു. അപ്പൊ കേടെന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് പറയലാണ്. അതുകൊണ്ട് അതിനൊരു പേരിട്ട് കുയ്യപ്പൻ. അങ്ങനെയാണ്. അത് പിന്നെ കുട്ടികളെ ഏൽപ്പിച്ച് നോക്കുമ്പോൾ അതിന്റെ വലിപ്പം പറ്റ കുറഞ്ഞു. അത് കുറ്റം പറയേണ്ടെന്ന് വിചാരിച്ചിട്ട് അതിനൊക്കെ പേരാണ് ഉണ്ണിയപ്പൻ. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും അപ്പം ചുട്ടാലും പാടില്ല, ഒരു ഉണ്ണിയപ്പം ചുട്ടിട്ട് നമ്മളെന്താക്കാം, അത് കൊടുത്തേക്കാം. മിരിങ്ങാണ് ഒരു പരിയിലുള്ളത്. മുരിങ്ങാമരം മൂന്നുള്ള വീട്ടിൽ കൂട്ടാന്റെ മട്ടറിയേണ്ടതില്ല ഫാത്തിമ എന്ന പഴയകാലം മുതൽക്കേ അതിന്റെ മുതൽക്കുള്ള കൂട്ടാനാണ് പിന്നെ. ഞമ്മളെ മുരിങ്ങാറ്റുമ്പോൾ നല്ലോണം ഇല ഉണ്ടായപ്പോ ഒരു 4 കെട്ടാക്കിയിട്ട് ആണ് കൊടുത്തേക്കാം. ഇലക്കറി എല്ലാവർക്കും പറ്റിയതാണ്. ഞാൻ പറയുന്നത് വലുതുണ്ടാവട്ടെ എന്ന് വിചാരിച്ച് കാത്തു നിൽക്കലല്ല. നാളെ തൗബ ചെയ്യാം എന്ന് വിചാരിച്ച് എത്രയോ ആളുകൾ ഇന്ന് മരിച്ചുപോയി. ഈ റമദാനിക്കെങ്കിലും സക്കാത്തൊക്കെ കൊടുത്തു വീട്ടണം എന്ന് വിചാരിച്ച ആള് ഷഅബാനിലെ മരിച്ചുപോയി. എനിക്ക് ഓനെക്കൊണ്ടൊക്കെ ഒന്ന് പൊരുത്തപ്പെടിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് സാധിക്കാതെ മരിച്ചുപോയി. നാളേക്ക് വേണ്ടി നീട്ടിവെക്കണ്ട. ഒരു ഖൈറ് ചെയ്യാൻ വിചാരിച്ചാൽ ആ ഖൈറ് വേഗത്തിൽ ചെയ്യാണ് വേണം. അതുകൊണ്ട് ഈ കൂടിയിരിക്കുന്ന എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നത്, നമ്മളൊക്കെ എല്ലാവരും നമ്മെ കൊണ്ട് കഴിയുന്നത് എന്താണോ അത് സ്ഥാപനത്തിൽ ഉണ്ടാക്കി കൊടുക്കണം. വലുത് കിട്ടട്ടെ എന്ന് വിചാരിച്ച് കാത്തു നിൽക്കലല്ല. അൽ ആജിലുൽ ഖലീലു ഖൈറും മിനൽ ആജിലിൽ കസീർ. പിന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്ന കുറേക്കാൾ ഇപ്പോഴുള്ള ചെറുത് ഏറ്റവും വലുതാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ആ അർത്ഥത്തിലും സ്ഥാപനത്തെ സഹായിക്കണം. ഉമ്മപങ്ങന്മാരോട് ഒരു കാര്യം പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. സഹോദരിമാരെ, വീട്ടിന്റെ അകത്തളങ്ങളിൽ റഹ്മത്തിന്റെ മലായിക്കത്ത് വന്നുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് നമ്മുടെ മക്കൾ നന്നാവുക. അതുകൊണ്ട് ഉമ്മമാർ ഖുർആൻ ഓതുന്ന പതിവുകാരാവണേ. ഉമ്മമാരെ സുബ്ഹിക്ക് എഴുന്നേൽക്കുന്ന പതിവുകാരാവണേ. ഉമ്മമാരെ സ്വലാത്ത് ചൊല്ലുന്നവരാവണേ. ഉമ്മമാരെ നിങ്ങൾ അമ്മിഞ്ഞപ്പാല് കുടിച്ച് വളരുന്ന മക്കൾ, ദീൻ പഠിക്കുന്ന മക്കളാകാൻ നിങ്ങൾ പ്രത്യേകം താല്പര്യപ്പെടണേ. തീർച്ചയായും നമുക്ക് കയ്യെത്തുന്ന ദൂരത്ത് നമ്മുടെ ഹസനിയയുണ്ട്. അതിന്റെ 30ാം വാർഷികത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പ്രോഡക്റ്റുകളായി പുറത്തു വന്ന പണ്ഡിതന്മാരും മറ്റ് യോഗ്യന്മാരുമായ ആളുകളെ നമുക്ക് ധാരാളമുണ്ട്. നിങ്ങൾ നോക്കൂ, നമ്മുടെ കേന്ദ്ര സ്ഥാപനമായ മർകസുൽ സഖാഫത്ത് സുന്നിയയിൽ നിന്ന് 15,000 പണ്ഡിതന്മാർ സഖാഫി ബിരുദധാരികൾ ഇറങ്ങി. അതേപോലെ സിറാജുൽ ഹുദയിൽ നിന്ന്, സഅദിയിൽ നിന്ന്, അതേപോലെ തന്നെ നമ്മുടെ ഇബ്രാഹിം ഖലീൽ തങ്ങൾ പാപ്പാന്റെ മഅദനിൽ നിന്ന് ഒക്കെ പണ്ഡിതന്മാർ. നിങ്ങളെ പാലക്കാട് പോലത്തെ ഒരു സ്ഥലമാണ് എന്റെ രാജ്യമായ നിലമ്പൂര്. ആ മലയോര മേഖലയിൽ ഞങ്ങൾ സ്ഥാപിച്ചു മജ്മഅ അക്കാദമി. 35ാം വർഷത്തിലേക്ക് കടന്നു. ഈ 35 വർഷത്തിനിടയ്ക്ക് 2000 കുട്ടികൾ പഠനം പൂർത്തിയാക്കി. ആ പഠനം പൂർത്തിയാക്കിയ മക്കളെ കൂട്ടത്തിൽ 26 ഡോക്ടർമാരുണ്ട്, 60 എഞ്ചിനീയർമാരുണ്ട്, 2 പൈലറ്റുമാരുണ്ട്, 500ഓളം വരുന്ന പണ്ഡിതന്മാരുണ്ട്. ഇങ്ങനെയുള്ളവരെ നമുക്ക് വാർത്തെടുക്കാൻ സാധിച്ചത് 2 വിദ്യാഭ്യാസവും ഒരുമിച്ച് കൊടുത്ത് യതീം മക്കളെയും പാവപ്പെട്ട മക്കളെയും ഇങ്ങനെ പണക്കാരന്റെ മക്കളെയും വ്യത്യാസമില്ലാതെ പഠിപ്പിച്ചത് കൊണ്ടാണ്. അവരെല്ലാം രാജ്യസ്നേഹികളാണ്, അവരൊക്കെ ഭരണഘടനാ സ്നേഹികളാണ്, അവരൊക്കെ ജനാധിപത്യത്തിന്റെ ആളുകളാണ്, അവരൊക്കെ ഈ ബഹുസ്വരതയിൽ ജീവിക്കുന്നവരാണ്, അവരൊക്കെ രാഷ്ട്രസ്നേഹികളാണ്, അവരെല്ലാവരും ജനക്ഷേമകരമായ പ്രവർത്തനത്തിലാണ്, അവരെല്ലാവരും ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിയിലാണ്, അവരെല്ലാവരും ഈ രാജ്യത്തെ സമാധാന ഗുണകാംക്ഷികളാണ്. അങ്ങനെയുള്ള ഒരു മക്കളെ അല്ലാഹു റബ്ബി
ആ മക്കളൊക്കെ നമ്മളെ എവിടെ വെച്ച് കണ്ടാലും, എത്ര വലിയ ഉദ്യോഗത്തിലെത്തിയാലും, എത്ര വലിയ ഉദ്യോഗസ്ഥന്മാരായാലും, അവര് ഗുരുനാഥന്മാരെ കാണുമ്പോൾ, അവര് പ്രായമുള്ളവരെ കാണുമ്പോൾ, അവര് മാതാപിതാക്കളെ കാണുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ബഹുമാനം, ആദരവ്, ഇങ്ങനെയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള മതസ്ഥാപനങ്ങൾ, അതിന് നാം എല്ലാവരും ഒപ്പത്തിനൊപ്പം സഞ്ചരിക്കണേ എന്ന് നിങ്ങളോട് ഉണർത്തി അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ ഒരു സ്വഹാബിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മധ്യേ മലക്കുൽ മൗത്ത് അസ്റായീൽ, അല്ലേ, എല്ലാരും പേരും ഒരേ മാതിരി കേൾക്കണ്ട, ഒന്ന് നല്ലോണം ചെല്ലിക്കോളി, ഇവിടെ എങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടോന്ന് അറിയില്ല. മലക്കുൽ മൗത്ത് അസ്റായീൽ, ഒന്ന് നല്ലോണം എല്ലാരും ഒരേ മാതിരി മനസ്സിലാക്കണ്ട, മുപ്പര് ഇവിടെ എങ്ങാനും നോക്കിയിട്ടുണ്ടോന്ന് അറിയില്ല, അള്ളാഹു കാക്കട്ടെ. അപ്പോ അസ്റായീൽ അലൈഹിസ്സലാം ആ സ്വഹാബിയോട് റസൂലിനെ സംസാരിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ റസൂലുള്ളാഹിക്ക് വഹി വന്നു, നബിയെ നിങ്ങൾ സംസാരിക്കുന്ന ആളുടെ ആയുസ് കഴിഞ്ഞിട്ടുണ്ട്. റസൂലുള്ള ആ സഹാബിയോട് പറഞ്ഞു, മോനെ നിന്റെ ആയുസ് ഭൂമിയിൽ അവസാനിച്ചിട്ടുണ്ട് എന്നെനിക്ക് വഹി കിട്ടിയിട്ടുണ്ട്. ഉടനെ ആ സഹാബിയുടെ ചോദ്യം, യാ റസൂലല്ലാഹ്, ഇമാം റാസി തങ്ങൾ വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ എന്ന ആയത്തിന് തഫ്സീർ കൊടുത്തത് കാണും. അപ്പൊ ആ സ്വഹാബി ചോദിക്കുന്നുണ്ട്, നബിയെ ഇനി ഭൂമിയിൽ ബാക്കിയുള്ള മിനിറ്റ് ആണെങ്കിൽ, എത്ര മിനിറ്റ് ബാക്കിയുണ്ടെങ്കിലും അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ഏത് വിഷയത്തിലാണ് ഞാൻ നിൽക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ നബി മുഹമ്മദ് റസൂലുള്ളാഹ് അൽ ഇൽമ്, നീ ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിന്നോ. അസ്റായീലിന്റെ റൂഹിനെ പിടിക്കാൻ വേണ്ടി വരുമ്പോൾ നീ ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിന്നോ മുഹമ്മദ് റസൂലുള്ളാഹ്. അതുകൊണ്ട് ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മുടെ ആൺമക്കൾക്കും പെൺമക്കൾക്കും പഠിക്കാൻ ഇത്ര വലിയ സൗകര്യം ഏർപ്പെടുത്തിയതിനെ നാം ഉപയോഗപ്പെടുത്തണേ എന്ന് നിങ്ങളോട് ഒരിക്കൽ കൂടി ഉണർത്തി, നമ്മുടെ ഹസനിയയുടെ 30ാം വാർഷികം അത് ജനുവരി 24, 25, 26, 26-ാം തീയതി നടക്കുന്ന പൊതു സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, റഈസുൽ ഉലമാ സുലൈമാ ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, ബദർ സാദാത്ത് സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി, അള്ളാഹു ദീർഘായുസ് നൽകട്ടെ, സയ്യിദ് അലി ബാഫഖി തങ്ങൾ, അള്ളാഹു ദീർഘായുസ് നൽകട്ടെ. ഇന്ന് ജീവിച്ചിരിപ്പുള്ള ആലിമീങ്ങൾ, സയ്യിദന്മാർ, അറബ് പ്രതിനിധികൾ, അങ്ങനെ തുടങ്ങി വലിയ വലിയ മഹാന്മാരൊക്കെ സംബന്ധിക്കുന്ന 3 ദിവസം അതൊരാഘോഷമാകുമ്പോൾ 3 ദിവസവും നിങ്ങളൊക്കെ എല്ലാവരും ആ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നതോടൊപ്പം നാട്ടുകാരായ നമ്മുടെ സാന്നിധ്യം ഓരോ സഭയിലും ഉറപ്പുവരുത്താൻ നിങ്ങളൊക്കെ എല്ലാവരും ഉത്സാഹിക്കണേ എന്ന് ഉണർത്തി ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും.